നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് അധ്യാവാസന ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിന് മുന്നിലാണ്. ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ വിളിച്ചൊരു യോഗമാണ് ഇപ്പോൾ ഇതിനകത്ത് നടക്കുന്നത്. ഈ യോഗത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുണ്ട്, PWD ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അടക്കം ഒരുപാട് ആൾക്കാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കതിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ആ ഒരു പബ്ലിക് വേണ്ട, ആ ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. ദൈവത്തെ ഓർത്ത് എനിക്കിതിനകത്ത് താല്പര്യമില്ല. പക്ഷേ ഇതിങ്ങനെ എഴച്ച് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റത്തില്ല. അടിയന്തരമായിട്ട് ഈ പുതുപ്പള്ളി കവല, അടിയന്തരമായിട്ട് തോട്ടയ്ക്കാട് എന്താ പറയുക, പെരുമനച്ചി റോഡ്, പിന്നെ ഞാലിയാവഴി കൈതേപ്പാലം റോഡ്, ഇതൊക്കെ അതുവഴി യാത്ര ചെയ്യാൻ പറ്റില്ല. 4 നാക്കൽ തൊട്ട് മണർകാട് വരെ പോകാൻ പറ്റുമോ? എൻ്റെ അടുത്ത് തെങ്ങണ ഷോപ്പുള്ള ഒരാള് കഴിഞ്ഞ ദിവസം വിളിച്ചു. പറഞ്ഞോ? പറഞ്ഞോ? ഒരു മിനിറ്റ് അവിടെ ആ കല്ല് പൊടിക്കാൻ ഞങ്ങൾ ആരും അറിയുന്നില്ല. ഞങ്ങൾ വാർഡ് മെമ്പർമാരുടെ ഞങ്ങളോട് ആരോടും പറയാതെ സമയത്തൊന്ന് കല്ല് കൊടുത്തിട്ട് കല്ല് വേണം ഇത്രയും പൊക്കി വെച്ചിട്ട്. ഇങ്ങനെയാണ് റോഡ്. ഈ റോഡിന്റെ 2 സൈഡിലും വെള്ളം കിടക്കുന്നത്. ഒരു മഴ പെയ്തതിന് അതിലൂടെ മുഴുവൻ 2 സൈഡിലും അതിനുശേഷം മാഡം ഞാൻ പറയുന്ന കേൾക്കരുത്. ഇവിടെ നിന്ന് പൊളിച്ച സ്ലാബ് അവിടെ തോട്ടിലേക്ക് കിട്ടും. ആ തോട് കവിഞ്ഞിട്ട് അവിടെ നിങ്ങൾ ആ ഈ അടുത്ത ഭാഗത്ത് എന്തെങ്കിലും ചെയ്തതെന്ന് വെച്ചാൽ അപ്പൊ അടുത്തൊരു ഡയറക്ഷൻ ഞാൻ തരാം. ഇനി റോഡ് പണിയുന്ന കോൺട്രാക്ടർ, അതിന് ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥൻ, വാട്ടർ അതോറിറ്റി ആണെങ്കിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്റെ പേരും കൂടെ ബോർഡിൽ എഴുതി വെക്കുക. അല്ല, പേരെങ്കിലും എഴുതി വെക്കാം. ഫോൺ നമ്പർ ഞാൻ പറയുന്നില്ല, പക്ഷെ പേരെങ്കിലും എഴുതി വെക്കണം. കാരണം അന്നാണെ നിങ്ങൾക്ക് ഉത്തരവാദിത്ത ബോധം വരുള്ളൂ. എവിടെ വെക്കുന്നു? ഒരിടത്തും വെച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കാര്യമില്ല. ഈ പണി നിങ്ങൾ തുടങ്ങുന്ന നിമിഷം തന്നെ വാട്ടർ അതോറിറ്റിയുടെയും അതുപോലെ തന്നെ PWD ഉദ്യോഗസ്ഥരുടെ പേര് അവിടെ എഴുതി വെക്കുക. അത് ഞാൻ അസംബ്ലി ആവശ്യപ്പെടാൻ പോകുന്ന കാര്യം. വെണ്ണിമല പുതുപ്പള്ളി റോഡ്, അവിടെ ഞാൻ ഇവിടുത്തെ പുതുപ്പള്ളിയിലെ എന്താ പറയാ കൂട്ടായ്മയും കൂടെ ചേർന്ന് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്, കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന റോഡ് ടാർ ചെയ്യുന്ന ഒരു ഭീഷണി മുഴക്കിയതിനു ശേഷമാണ് അത് നടന്നത്. ഞാൻ പറയുന്നത് അത് പിന്നെ പഞ്ചായത്തിന്റെ അത് വെക്കാം. പക്ഷെ ഇതേപോലെ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ജൽജീവൻ മിഷൻ ഫണ്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു തലതിരിഞ്ഞ സമീപനം ഞാൻ ശ്രദ്ധപ്പെടുത്തുക, എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ. വെള്ളം കൊണ്ട് അടിച്ചു കയറ്റേണ്ട ടാങ്കും എല്ലാം വെക്കാൻ ഏതാണ്ടൊക്കെ പണി തീർന്നു. പക്ഷേ വെള്ളം ടാങ്കിങ് വരെ കൊണ്ടുവരാനുള്ള പമ്പിംഗ് ലൈൻ തീർച്ചയായും തീരുമാനം. വെള്ളം കൊടുവരാറ്റി കിടക്കുവാണ്. വാട്ടർ ടാങ്ക് പണിതു, പക്ഷെ ആ വെള്ളം ടാങ്കിൽ കൊണ്ടുവരാനുള്ള പമ്പിംഗ് ലൈൻ നാളിതുവരെ തീർപ്പായിട്ടില്ല. ടാങ്ക് പണിയാൻ പൈസ ഉണ്ടായിരുന്നു, ടാങ്ക് പണിയാൻ ഫണ്ട് ഉണ്ടായിരുന്നു. ഈ വാക്കുകളിലേക്ക് പെൻഡിങ് വരാൻ സാങ്കേതികത്വം മാത്രമാണോ സാമ്പത്തിക പ്രശ്നമുണ്ടോ? ജലജീവന്റെ കേസിൽ 2 വർഷത്തോളം സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നു. സാമ്പത്തിക പ്രശ്നം ജലജീവന്റെ കേസ് എവിടെയല്ല സാങ്കേതിക പ്രശ്നം, അവിടെ സാമ്പത്തികം. അല്ല, നമുക്ക് ഈ മീറ്റിംഗ് വെറുതെ ഞാന് ഒരു മിനിറ്റ് നമ്മൾ വെറുതെ ഇങ്ങനെ മീറ്റിംഗ് കൂടി പോയിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ച് കോൺസിക്വൻസ് ഉണ്ടാവുന്ന തീരുമാനം ഉണ്ടാവണം. ഒന്ന്, സാങ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഫുൾ സ്ട്രെച്ചിൽ സാങ്ഷൻ കൊടുക്കുക, പാർട്ട് ബൈ പാർട്ട് കൊടുക്കാൻ പാടില്ല. 2, പണി പൂർത്തിയായ ഉടനെ അടുത്ത ദിവസം ഹാൻഡ് ഓവർ ചെയ്യണം. 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, പണി തുടങ്ങുന്ന ദിവസം ഏത് റോഡ് പണിയുന്നുണ്ടോ ആ പണിയുന്ന കോൺട്രാക്ടറുടെ പേര്, അതിന് ഉത്തരവാദിയായിട്ടുള്ള വാട്ടർ അതോറിറ്റിയുടെ അതേപോലെ PWD ഉദ്യോഗസ്ഥന്റെ പേര് അവിടെ എഴുതി വെക്കണം.
ഫോൺ നമ്പർ ഞാൻ പറയുന്നില്ല. അത് തുകയും അവിടെ എഴുതി വെക്കണം. മാത്രമല്ല അടുത്ത പോയിന്റ് എന്ന് തീരും എന്ന് നിങ്ങൾ അവിടെ എഴുതി വെക്കണം. ഇതിനി ഈ പരിപാടി നടക്കുകയല്ല. ടൈം ബൗണ്ട് കംപ്ലീഷൻ. ടൈം ബൗണ്ട് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ പണി ചെയ്തിട്ട് നമ്മൾ നാടിനെ നഷ്ടം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരവാദിത്വം വരണം എന്നുള്ളത് കൊണ്ടാണ് പേര് എഴുതി വെക്കാൻ പറയുന്നത്, ടൈം എഴുതി വെക്കാൻ പറയുന്നത്. അതിന് നീട്ടിപ്പോയാൽ എന്ത് കോൺസിക്വൻസ് വേണമെന്ന് പിന്നെ നമുക്ക് നോക്കാം. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇനി ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ പലതവണ ഞാൻ ഇതിനു മുമ്പ് മീറ്റിംഗ് കൂടി. പക്ഷേ ഈ മീറ്റിംഗ് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ. നമുക്ക് ഈ കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അത് ഗ്രൗണ്ട് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അല്ലെ ഇനി ഇത് നടന്നില്ലെങ്കിൽ ഞാൻ ഇനി മിനിസ്റ്റേഴ്സിനുമായിട്ട് വരാം. അതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇവിടെ പ്രസിഡന്റ് അല്ലെ സെക്രട്ടറി ഒന്ന് അറിയിച്ചാൽ മതി. പഞ്ചായത്ത് സെക്രട്ടറി ഒന്ന് അറിയിക്കുക. നമ്മൾ അറിയത്തില്ല. മുക്കാലും കാര്യങ്ങൾ ഉൾപ്പെടെ അങ്ങനെയാണ്. പ്രസിഡന്റ് അറിയില്ല, സെക്രട്ടറി എല്ലാം അറിഞ്ഞ അവർ തന്നെ കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മളൊന്നും ഒരു കാര്യം അറിയാതെ. ഓക്കെ. അപ്പൊ മണ്ണാട് ഞങ്ങൾക്ക് പെരുന്നാൾ വരുവാണ്. അടുത്ത മാസം മണർകാട് പെരുന്നാളാണ്. പ്രശസ്തമായ പെരുന്നാൾ എല്ലാവർക്കും അറിയാം. അവിടെ ഓൾഡ് KK റോഡ് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ്. അതുവഴി പോകാനേ പറ്റില്ല. പല ബസ്സുകളൊക്കെ ആണെങ്കിലും നേരെ പോകാതെ ഓൾഡ് KK റോഡ് വഴി പോകുന്നു. അത് ഞങ്ങൾ പോലീസുകാരോട് പറഞ്ഞ് നിയന്ത്രിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഹെവി വെഹിക്കിളൊക്കെ പോകുന്നതുകൊണ്ട് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു വഴിയാണ്. അതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ടെൻഡർ ആയിട്ടുണ്ടെന്നും കേട്ടു. പക്ഷേ ഇതുവരെ ആയിട്ടില്ല. അപ്പം നിലവിൽ എത്രയും പെട്ടെന്ന് ഈ പെരുന്നാളാകുമ്പോഴത്തേക്കും ഒരു മെയിൻ്റനൻസ് ചെയ്ത് തരുവാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ മണർകാട് കുരിശുംതൊട്ടിയുടെ കവലയിലുള്ള കുരിശുംതൊട്ടിയുടെ തൊട്ട് സൈഡിലുള്ള ഈ റോഡിന്റെ സൈഡിൽ കോൺക്രീറ്റ് എല്ലാം സ്ലാബ് എല്ലാം പോയി കിടക്കുകയാണ്. അപ്പോൾ ബൈക്കും സ്കൂട്ടറും എല്ലാം അതിൻ്റെ അകത്തേക്ക് വീഴുന്നു. പച്ചക്കറിക്കടയുടെ ഭാഗത്തിലുള്ള വലിയ കുഴിയാണ്. അപ്പോൾ അത് രണ്ടും ഒന്നും അടിയന്തരമായിട്ട് ചെയ്തു തന്നാൽ നന്നായിരുന്നു എന്ന് അഭിപ്രായം. ഓൾഡ് KK റോഡ് ഇപ്പോൾ വർക്ക് ടെൻഡർ ആയിട്ടുണ്ട്. അതിന്റെ ലെവൽസ് അയച്ചിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കളക്ടറുടെ ചേംബറിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അടുത്ത പെരുന്നാളിനെങ്കിലും ആവൂ. നമ്മള് എഗ്രിമെന്റ് വെച്ചു. പെരുന്നാളാകുമ്പോഴത്തേക്കും GSB ഫീസ് ഇട്ടിട്ട് ട്രാഫിക് മുടക്കാതെ അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ചാർജ് നടക്കൂല. അടുത്ത പെരുന്നാൾ അതിന് മുമ്പ് നടക്കും. പാമ്പാടി പോലീസ് സ്റ്റേഷന്റെ അവിടെ നിന്ന് കടവുംഭാഗം റോഡ് കുറെ നാളായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിന് വേണ്ടി കുത്തി ഇറക്കിയിട്ടോ. വാട്ടർ അതോറിറ്റിക്കാര് അത് ചെയ്യാൻ പറ്റുന്ന നടപടിയുണ്ടോ? പാമ്പാടി പോലീസ് സ്റ്റേഷന്റെ അവിടെ കടവുംഭാഗം എനിക്ക് പൊതുവായി പറയാനുള്ളത് അതിനെക്കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ PWD ഉടമസ്ഥതയിലുള്ള റോഡുകളുണ്ട്. റോഡിൻ്റെ സൈഡ് മുഴുവൻ താറങ്ങി കഴിയുന്ന ഭാഗം മുഴുവൻ വെള്ളം പിടിച്ച് കിടക്കും. ആളുകൾ സ്ഥലം വിട്ടു തന്നിരിക്കുന്ന PWDക്ക് 10 മീറ്ററാണെങ്കിൽ 10 മീറ്റർ അത് വൃത്തിയാക്കി സൂക്ഷിക്കണം. അത് കാട് കൃത്യമായിട്ട് വെട്ടണം. ആദ്യ ഘട്ടത്തിൽ കാട് വെട്ടണം. അത് കഴിഞ്ഞ് സൈഡുകളെല്ലാം കോൺക്രീറ്റ് ചെയ്യണം. ഇന്ന് ആളുകൾക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. അത് എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട്. PWDയുടെ ഉടമസ്ഥതയെ റോഡ് താരങ്ങി മാത്രമല്ല, അതിൻ്റെ ആ വിട്ടു വന്നിരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളും ശരിയാണ്. വാഗ്ദാനം പഞ്ചായത്തിലെ എല്ലാ റോഡുകളും ശരിക്കും പറഞ്ഞാൽ പകർപ്പ് ബുക്ക് കലങ്ങും വിലക്കും വെട്ടിവെച്ചിരിക്കുക. പിന്നെ രണ്ടാമത്, ഇന്നലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവിടെ നമ്മുടെ ജനജീവനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇത് കുളം ടാങ്ക് നിർമ്മിക്കുന്നതിന് അവിടെ കുളം കുത്തിയിട്ടുണ്ട്. യാതൊരുവിധ സുരക്ഷിതവും ഇല്ല അവിടെ ആളുകൾ. അങ്ങനെയാണ് ഇന്നലെ ആ വെള്ളക്കെട്ടില് ആ കുഞ്ഞു വീണ് മരിച്ചത്. ആരാ സമാധാനം പറയേണ്ടത്? പഞ്ചായത്ത് ഭരണസമിതി സമാധാനം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയും അത് കൃത്യമായിട്ട് ഉത്തരവാദിത്തമായിട്ട് അവിടെ ഫെൻസിങ് കെട്ടി ഈ സാധനം ചെയ്യുകയാണെങ്കിൽ ആ കുഞ്ഞിന് അങ്ങനെ ഒരു അപകടം ഉണ്ടാവില്ല. റോഡുകൾ മുഴുവൻ താറുമാറായി കിടക്കുകയാണ്. തന്നെയുമല്ല, ഒരു വർഷക്കാലം മുമ്പിട്ടിരുന്ന ഹൈമാക്സ് സൈറ്റുകൾ നിങ്ങളെ കുത്തിപ്പൊളിച്ച് ഒറ്റ കത്തുന്നില്ല. രണ്ടാമത്, ജനജീവന്റെ വർക്ക് ചെയ്യുന്ന അതിന്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂപ്പർവൈസർമാരെ ആരെയും വിളിച്ച് അവർ ഫോൺ എടുക്കാറില്ല. സൂപ്പർവൈസർ അവർക്കറിയില്ല. നമ്മൾ ചോദിക്കാൻ പറയുന്നത് വാട്ടർ അതോറിറ്റിയോട് പറഞ്ഞു. വാട്ടർ അതോറിറ്റി പറയുന്നു അപ്പുറത്ത് പറഞ്ഞു. ഇവരെ തമ്മിൽ യാതൊരു ധാരണയും നമുക്ക് മീറ്റിംഗ് തുടങ്ങിയപ്പോഴേ മനസ്സിലായി. പക്ഷേ ഈ വിഷയത്തിൽ സമാധാനം കൃത്യമായിട്ടും ആരാണെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിന് തന്നേ പറ്റുള്ളൂ. ഇതിന്റെ ഉത്തരവാദിത്വം ആരെടുക്കും? ഇന്നലെ ഉണ്ടായ അപകടത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? കുഞ്ഞിനെ നഷ്ടപ്പെട്ട വീട്ടുകാർക്കറിയാതെ അതിന്റെ വിഷമം അതൊന്ന് മനസ്സിലാക്കണം. രാവിലെ മുതൽ ഞങ്ങൾ എല്ലാവരും പഞ്ചായത്ത് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ അടക്കമുള്ള ആളുകൾ അതിന്റെ പുറകെ നിൽക്കുക. ഇന്ന് ആ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ആ നാട്ടുകാരോട് ഞങ്ങൾ എന്ത് സമാധാനം പറയും? ആ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ ഞങ്ങൾക്കെതിരായി നിൽക്കുകയും
വണ്ടി പോലും കയറാത്ത ഒരു സ്ഥലത്ത് പോയി ജലജീവൻ മിഷന് വേണ്ടി നിങ്ങളൊരു ടാങ്ക് ഉണ്ടാക്കുവാൻ വേണ്ടി വണ്ടി പോലും കയറാത്ത സ്ഥലമാണ്. സാറിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് ചെറിയ ചെറിയ വണ്ടിയിൽ അല്ലേ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാമെന്ന് പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. രണ്ടാമത്തെ രക്തസാക്ഷിയത് ജലജീവന്റെ പൈപ്പിന്റെ മേളിൽ വണ്ടി വന്ന് കയറി. എനിക്ക് പറയാനുള്ളത് വാകത്താനം പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന മുഴുവൻ പൈപ്പുകളും അടിയന്തരമായിട്ട് എങ്ങോട്ടാണ് എടുത്തോളൂ. ഇല്ല ഞങ്ങൾ JCB എടുത്ത് മാറ്റും അടിയന്തരമായിട്ട്. അതും തടസ്സമാണ് ഞങ്ങൾ. ഞങ്ങളുടെ ടാക്സി സ്റ്റാൻഡിൽ കൊണ്ട് നിങ്ങൾ കുറെ പൈപ്പ് ഇടുന്നുണ്ട്, അത് ഞങ്ങൾക്ക് തടസ്സമാണ്. അതെടുത്ത് മാറ്റണം. എത്ര നാളുകളായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്. അടിയന്തരമായിട്ട് അത് മാറ്റിയില്ല എങ്കിൽ ഞങ്ങളത് JCBക്കകത്ത് വണ്ടി വിളിച്ച് കയറ്റിക്കൊണ്ട് പോകുന്നൊരു അവസ്ഥയിലേക്ക് പോകും. ഒരാഴ്ചക്കകം അതിനകത്തൊരു നടപടി ഉണ്ടാവും. ഞങ്ങൾക്ക് അവിടെ ടാക്സി സ്റ്റാൻഡിന് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ച് ഞങ്ങൾക്ക് അവിടെ കാര്യം ചെയ്യാറുള്ളത്. അതിനുവേണ്ടിയുള്ള നടപടി ഉണ്ടാവണം. അതേപോലെ തന്നെ ഞങ്ങളുടെ ഹൈമാക്സ് സൈറ്റുകൾ നിങ്ങൾ വഴി കുത്തിപ്പൊളിച്ച് കീറിക്കളഞ്ഞതാ, കത്തിച്ചേരണം ഞങ്ങൾക്ക്. രണ്ടാമത് വഴി സൈഡിൽ മുഴുവൻ മണ്ണ് നിരത്തിരിക്കുക. ഇപ്പോൾ എലമ്പലൂരിൽ നിന്ന് പോകുമ്പോൾ കാണാം വഴി സൈഡിൽ മുഴുവൻ എല്ലാ റോഡ് സൈഡിലും നിങ്ങൾ മണ്ണ് നിരത്തിക്കൊണ്ടു ഇല്ലേ, മണ്ണ് കൂട്ടിയിട്ടിരിക്കുക. ജനം പറഞ്ഞതെന്നറിയോ, വഴി കുത്തി പൊളിച്ചതും പോരാ, പിന്നെ ടിപ്പറിനകത്ത് ഓരോ സൈഡിലും ഞാലുകാഴി കൊണ്ട് എലമ്പലൂർ വരെ ഉണ്ട്. മുട്ടുമണിയാകുമ്പോൾ കൊണ്ടിരിക്കുക. ഞങ്ങൾ പറഞ്ഞു പഞ്ചായത്തിന്റെ വക സ്ഥലം കൊണ്ട് ആ സ്ഥലത്തിലാൻ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കും എന്നറിയോ, നിങ്ങൾക്ക് അതിന്റെ വിഷമം അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായതുകൊണ്ടാണ്. നിങ്ങൾക്ക് ചിരി വരും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പഴി ചേരാം. ഞാൻ എത്രയോ തവണ കോട്ടയത്തെ PWD ഓഫീസ് വന്നിട്ടുണ്ട് സാറേ, സത്യമല്ലേ? എത്രയോ തവണ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായോ? ഇപ്പൊ പറഞ്ഞ MLA പറഞ്ഞിടത്തേ ഉള്ളൂ, ഞങ്ങൾ ജനപ്രതിനിധികൾ കൊണ്ട് വന്നിരുന്നോളാം, അതേ ഉള്ളൂ. നാളെ എനിക്ക് ഈ വിഷയത്തിൽ ഒരു സമാധാനം അതാര് പറയും? ഇന്നലെ നടത്തിയ സംഭവം അതിന് ഉത്തരവാദിത്വം ഉണ്ടായേ പറ്റുള്ളൂ. അതിന് നിങ്ങൾ ഉത്തരവാദിത്വം ഫിക്സ് ചെയ്തേ പറ്റുള്ളൂ. വാട്ടർ അതോറിറ്റിക്ക് ഉത്തരവാദിത്വം ഉണ്ട്. അത് വാട്ടർ അതോറിറ്റി ഉത്തരവാദിത്വം പറഞ്ഞേ പറ്റുള്ളൂ. ആരാണെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യുക. അപ്പം ഇത് കൃത്യമായി അടുത്ത തീരുമാനം ഈ മീറ്റിംഗിൻ്റെത്. നിങ്ങളൊരു കുഴി കുഴിക്കുവാണെങ്കിൽ ആ കുഴിക്ക് ചുറ്റും ഒരു റിബൺ അങ്ങ് കെട്ടിയിരിക്കണം. ഫെൻസിംഗ് എന്തെങ്കിലും കാരണം കാണണം. ഫെൻസിംഗ് ആണ് വേണ്ടത്. ഏതെങ്കിലും രാജ്യത്ത് നടക്കും. ഫെൻസിംഗ് കാണണം. അതിനകത്ത് ഒരു വ്യത്യാസമില്ല. അത് നിങ്ങൾക്ക് ഫണ്ടിലേക്ക് ഇപ്പൊ ഫെൻസിങ്ങിന് ഫണ്ടില്ലേ പണി നടത്തണ്ട. ഫെൻസിങ്ങിന് പൈസ ഇല്ലെങ്കിൽ പണി നടത്തണ്ട. ആ റോഡ് അങ്ങനെ കിടക്കട്ടെ. ആ സ്ഥലം ആർക്കും ഒരു ദുരന്തം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ സീരിയസ് ആണ്, വളരെ സീരിയസ്. നമ്മളിത് ഈ സിറ്റുവേഷൻ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് അടുത്ത 5ാമത്തെ തീരുമാനം ഇതിനകത്ത് ഒരു ഫെൻസിങ് ഉണ്ടായിരിക്കണം. നിങ്ങൾ കുഴി കുഴിക്കുക, എവിടെ കുഴിച്ചാലും, വാട്ടർ അതോറിറ്റി കുഴിച്ചാലും PWD കുഴിച്ചാലും. മാത്രമല്ല എന്ന് കുഴിക്കുന്നു ആ കുഴിച്ചതിന്റെ ഒരാഴ്ച 2 ആഴ്ച മാക്സിമം റിസ്റ്റോർ ചെയ്തിരിക്കണം. അതല്ലാതെ നടക്കുകയില്ല. ആൾക്കാരോട് നമ്മൾ സമാധാനം പറയേണ്ടത് ആൾക്കാരോട് മാത്രമല്ല, നമ്മുടെ ജീവനല്ലേ. അവർ ഈ നാടിന്റെ ജീവൻ പോകുന്നത് പോലല്ലേ അത്. ആ വീട്ടിൽ എനിക്ക് പോകാൻ പറ്റിയില്ല ഇന്നലെ. നമ്മളിനെ മാറി ഇരുന്നിട്ട് കാര്യമില്ല. പ്ലീസ്, നമ്മൾ ഈ ഒരു ഉത്തരം ഞാൻ 2 ദിവസം ഈ കാര്യം ഞാൻ 2 ഉദ്യോഗസ്ഥരോട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഈ പുതുപ്പ് MLA ആദ്യം യോഗം ജയിച്ചതിന് ശേഷം 6 മാസം കഴിഞ്ഞപ്പോഴേ MLA വീട്ടിൽ വെച്ച് യോഗം കൂടിയപ്പം പറഞ്ഞു, പുതുപ്പള്ളി മണർകാട് റോഡിൽ ഒരു മരണം സംഭവിച്ചു, 2 മരണം ഭാഗത്താണ് സംഭവിച്ചു. ആ മടത്തിപ്പടിക്ക് ജംഗ്ഷനിൽ എത്ര മരണം സംഭവിച്ചിട്ടുണ്ടാവും? എത്രയോ 5 കൂടുതൽ കഴിഞ്ഞു. 6 7 മരണം കഴിഞ്ഞു മടത്തിപ്പടി ആ പോയിന്റ് ടേണിങ്. ആ ടേണിങ് ഒന്ന് പരിഹരിക്കണം, അതിൻ്റെ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യണമെന്ന് MLA ജയിച്ചതിന് ശേഷം 6 മാസം കഴിഞ്ഞപ്പോഴേ പറഞ്ഞതാണ്. നിങ്ങളൊരു പഠനം നടത്തിയിട്ടില്ല, ഇതിനെക്കുറിച്ച് കാര്യമായ ഗൗരവം നടത്തിയിട്ടില്ല. ഇനി അടുത്ത ഒരു മരണം കൂടെ സംഭവിക്കാതിരിക്കട്ടെ, അത് സംഭവിച്ചതിന് ശേഷം ചർച്ച ചെയ്യാമെന്ന് ചിന്തിക്കരുത്. വേണ്ടി വന്ന ആവശ്യമായിട്ട് ബ്ലോക്ക് പ്രസിഡന്റ് ഉദ്യോഗസ്ഥരോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എവിടെ വർക്ക് നടത്തുന്നോ അവിടെയുള്ള പഞ്ചായത്ത് മെമ്പറെ കൂടെ നിങ്ങളൊന്ന് വിളിച്ച് സംസാരിക്കും. നമുക്ക് ഈ പഞ്ചായത്ത് മെമ്പർമാർ നിങ്ങൾക്ക് യാതൊരു തടസ്സം ഉണ്ടാക്കത്തില്ല, കോൺട്രാക്ടറിനും തടസ്സം ഉണ്ടാക്കത്തുള്ളൂ. ഇപ്പൊ ആ ലോക്കലിലെ പഞ്ചായത്ത് മെമ്പറെ വിളിക്കുവായിരുന്നെങ്കിൽ ആ കുഴിക്ക് ചുറ്റും അയാളാണെങ്കിലും ഒരു വണ്ടി കെട്ടി വെച്ചത്, അങ്ങനെ കെട്ടി വെക്കുവാണെങ്കിൽ ആ കുഞ്ഞ് വീണ് മരിക്കത്തില്ലായിരുന്നു. അതുപോലെ ഈ പൈപ്പും കൂട്ടിയിട്ട് അവിടെ ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായ ആൾ മരിച്ച കേസ്
നിങ്ങൾ അവിടുത്തെ ലോക്കൽ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞാൽ അയാൾ അവിടെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു വീട്ടുകാരുടെ വെറുതെ കിടക്കുന്ന പറമ്പിൽ നിങ്ങൾക്ക് പൈപ്പ് ഇറക്കിയിടാൻ സംവിധാനം ചെയ്യും. അതുപോലെ തന്നെ വാഗത്താനം ബസ്റ്റാൻഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന പൈപ്പും ഇവരാരെങ്കിലും വിചാരിച്ചാൽ ഒരു വെറുതെ കിടക്കുന്ന ഒരു പറമ്പിലോട്ട് അവരുടെ തന്നെ സ്ഥലം ഉണ്ടെന്നാ പറഞ്ഞു. ഇറക്കിയിടാനുള്ള സംവിധാനം ചെയ്യും. നിങ്ങൾ ഞങ്ങളെക്കാൾ വിശ്വാസത്തിൽ എടുക്കുക. കാര്യം നമുക്കൊന്നും ഇതിനകത്ത് ഒരു ഹിഡൻ വെച്ചിട്ട് നമുക്ക് നാളുകളിൽ അവിടെ ആ വീടുകളിൽ പോകേണ്ടതും ഓക്കെ. അപ്പൊ MLA-ക്ക് പോലും ഇന്നലെ അവിടെ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്ത് സമാധാനം ആ കുഞ്ഞിന്റെ വീട്ടിൽ എന്ന് പറയും. വെറുതെക്കാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അന്നേരം ആ കുടുംബത്തിലുള്ളവർക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? നിങ്ങളൊന്ന് വിശ്വാസത്തിലെടുത്ത് ലോക്കലുള്ള ഒരു വർക്ക് നടക്കുന്ന ആ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ അവരെ കൂടെ ഒന്ന് വിളിച്ചൊന്ന് അവരൊന്ന് അറിയിക്കുക. അവർ ഒരു വട്ടം ഒന്ന് വിളിച്ചു വരുത്താനുള്ള മര്യാദ നിങ്ങൾ കാണിക്കുക. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിക്കാരോട് പറയുന്നത് ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അതിന്റെ ഫൈൻ വർക്കുകൾ തീർക്കാതെ വെക്കണ്ട. ആ ഫൈൻ വർക്കുകൾ എത്രയും പെട്ടെന്ന് തീർത്ത് അങ്ങോട്ട് കൊടുക്കും. ഫണ്ട് ഉണ്ടാകുമ്പോൾ ചെയ്യട്ടെ. നിങ്ങൾ ഇനി ഫണ്ട് ഉണ്ടായി കഴിഞ്ഞ് ഫൈൻ വർക്ക് തീർത്ത് കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും 6 മാസം പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് പരസ്പരം ധാരണയിലെ ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ പോകും. നമുക്ക് ആർക്കും ഇതിൽ നിന്നും ഒരു ലാഭവും വേണ്ട, ലാഭവിഹിതവും വേണ്ട. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം. ഈ റോഡുകളെല്ലാം തകർന്നു നയിക്കുക. പ്രത്യേകിച്ച് ഉമ്മൻ സാർ ഉള്ളപ്പോൾ പോലെ സാർ കൂടുതൽ സമ്മർദ്ദം ചെലുത്തോ വഴക്കുണ്ടാക്കോ വഴക്ക് പറയുകയോ ചെയ്യലാത്തതുകൊണ്ട് കോട്ടയത്തിന്റെ അതിർത്തിയും കാഞ്ഞിരപ്പള്ളിയുടെ അതിർത്തിയും അങ്ങനെ ഓരോ മണ്ഡലത്തിന്റെ അതിർത്തി വന്നിട്ട് ഏറ്റുമാനൂരിന്റെ അതിർത്തിയും തീർത്തു നിൽക്കും. ഇങ്ങോട്ട് പറഞ്ഞു വളരെ എത്രയോ കാലം ഈ പുതുപ്പള്ളി പള്ളിയുടെ റോഡ് സാർമാരായി കടന്നു. സാർ ആരെയും വേണ്ടി പരാതി ചെയ്യുവോ, സാർ മുഖ്യമന്ത്രിയാകുന്ന പോലും ട്രാൻസ്ഫർ ചെയ്യുവോ അല്ലെ പണിഷ്മെന്റ് കൊടുക്കുകയോ ചെയ്യാത്തൊരു സ്വഭാവമായതുകൊണ്ടാണ് അത് വീണ്ടും തുടരാമെന്ന് ആരെയും ചിന്തിച്ചാൽ അത് നടക്കത്തില്ല. ഇങ്ങനത്തെ അങ്ങനെ ഒരു വിട്ടുവീഴ്ച നിലപാട് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പുതുപ്പള്ളിക്ക് മാത്രമായിട്ടൊരു അവകാശമായി നിൽക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യമുണ്ട്. നിങ്ങൾ ഞങ്ങളെ വിശ്വാസപ്പെടുത്താൽ നിങ്ങളെ ഞങ്ങളും വിശ്വാസപ്പെടുത്തി നീങ്ങും. ഫണ്ടും കാര്യങ്ങളും കൊണ്ടുവരാനായിട്ടുള്ള നീക്കം അടിയന്തരമായിട്ട് പുതുപ്പള്ളിയുടെ ഒരു മീറ്റിംഗ് PWD മന്ത്രിയും മോഹൻസിനെ മോഹൻ മന്ത്രിയെ വിളിച്ചിട്ട് MLA-യുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മീറ്റിംഗ് നടത്തി പുതുപ്പള്ളിയോടുള്ള ചിട്ടമനയം അവസാനിപ്പിക്കാനുള്ള നടപടി MLA നീക്കിയാൽ മതി. ഞാനിപ്പോ CM എന്നെ ഇപ്പൊ വിളിച്ചതാണ്. CM-നോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അദ്ദേഹം പറഞ്ഞു അങ്ങനെ മുന്നോട്ട് പോകത്തില്ല എന്ന് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്കിങ്ങനെ ഇത് മുന്നോട്ട് പോകാൻ പറ്റിയല്ല. കൃത്യമായി ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കിയിരിക്കണം. പിന്നെ CPM-ന്റെ പ്രതിനിധിയുണ്ട്, അങ്ങേക്ക് എന്തെങ്കിലും പറയാം? നമ്മുടെ പുതുപ്പള്ളി റോഡ് ചാലിങ്ക് പിടിക്കും. വർഷങ്ങളായിട്ട് വീടുകളിൽ കണ്ണടച്ച് നിൽക്കുക. എത്രയോ പേരവിടെ വണ്ടി ഇടിച്ച് വെച്ചെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെ ആ ട്രാൻസ്ഫോമറിൻ്റെ അവിടെയും ഒരു അപകടകരമായ ഒരു സൈനും ഇല്ല. ഒരു വണ്ടി നമ്മെ കൂട്ടിയിടിക്കുന്നു. ആ ഓടല കന്യാകുമാരിയിലെ വാതിലെ ഒരാൾ വന്ന് ഇടിച്ച് മരിച്ചു കിടക്കുക. ഒരു 5-8 അപകടം. ഒരു ബമ്പ് വെക്കാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. ബമ്പ് ഒരു ഹമ്പ് വെച്ചാൽ ആ സ്പീഡൊന്ന് കുറയ്ക്കും. മെയിൻ സ്റ്റേറ്റ് റോഡായതുകൊണ്ട് ആ വളവും ഇത് ഭയങ്കര അപകടകരമായ സംഭവമായിട്ട് നിൽക്കും. അങ്ങനെ പല സ്ഥലത്തും ഇപ്പം ഈ പൈപ്പ് ജനജീവൻ ഇട്ടിട്ട് ഈ കറുത്ത പൈപ്പ് ഉണ്ടല്ലോ, അത് ഈ വഴിയിലെല്ലാം 1 മീറ്റർ 1.5 മീറ്റർ പൊങ്ങി നിൽക്കുക. ഈ ബൈക്കുകാർ വന്ന് അതിനിട്ടിടിച്ച് മറിയുന്ന സാഹചര്യം. അപ്പോൾ എവിടെയാലും ഇതൊന്ന് ഒതുക്കി മാറ്റി കൊടുക്കുമോ, അല്ലെങ്കിൽ അത് തൽക്കാലം മണ്ണ് ട്രെഞ്ചിലെടുത്ത് വെച്ച് കുഴിച്ചിട്ട് പിന്നെ പൊക്കിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കി വെക്കണം. അതും ഇങ്ങനെ ഇത് പൊക്കി വെച്ചിരിക്കുക. അത് 1-1.5 മീറ്ററാണ്. അതിൽ ചെറിയ വണ്ടി മറിയും. പല സ്ഥലത്തും കൊണ്ടുവന്ന് പൈപ്പ് ഇട്ടിട്ട് അവർ വഴിക്ക് പോയിരിക്കുക. എത്രയോ നാളുകളാണ് ഈ പൈപ്പ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. ബൈക്ക് വന്ന് ഈ വണ്ടി സൈഡ് കൊടുക്കുമ്പോൾ അത് ഇടിച്ച് മറിയുന്നു. അങ്ങനെ പല സ്ഥലത്തും ഈ വഴിയായ വഴി മുഴുവൻ തകർന്ന് കിടക്കുക. എന്നിട്ട് എന്തെങ്കിലും അടിയന്തരമായിട്ട് ചെയ്താൽ നമുക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം. തീർച്ചയായിട്ടും BJP-യുടെ പറഞ്ഞാൽ അവർക്ക് തന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം ഈ വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ എവിടെ വാങ്ങിയിട്ടുണ്ടെങ്കിലും അവിടെ പൂർണ്ണമായിട്ട് അവരൊന്നും ചെയ്യുന്നില്ലെന്നുള്ളതാണ്. മെയിൻ്റെനൻസ് ചെയ്യും ശരിക്കും ഒന്ന് മൂടത്ത് പോലുമില്ല. ആ കുഴിക്കകത്ത് മനുഷ്യൻ തന്നെ വീണ് കാലിടുന്ന കൈയിടുന്ന അവസ്ഥയാണ് ഇപ്പം പുതുപ്പള്ളികൾ. പിന്നെ പുതുപ്പള്ളിയെ സംബന്ധിച്ച് ഇപ്പം പറഞ്ഞു മുന്നാട്ട് സാറിനപ്പോൾ ഒന്നും ആരോടും പ്രതികരിക്കുകയല്ല, ചൂടാകുകയില്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ MLA നിങ്ങൾ അങ്ങനെ കാണാതെ തീർച്ചയായിട്ടും അല്ല നുണയല്ല പറഞ്ഞേ. കാരണം ഈ ഒരു സംഗതികളും കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നില്ല. PWD-യുടെ സംഭവമാണെന്നുണ്ട് അവരെ സംബന്ധിച്ച് പറയാൻ അവർക്ക് ഒരു ഉത്തരവാദിത്തമില്ല. അവർ പറയുന്നത് നിങ്ങളോട് പറയാൻ പറയും, ഞങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ പറയും അവരത് ചെയ്യണമെന്ന് പറയും. ഒരു റോഡ് ക്രോസ് ചെയ്യുക, പൈപ്പ് ഇടുന്നത് ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ? എത്ര ബൈക്കുകാർ അതിനകത്ത് വന്ന് കെട്ടി ചെയ്തിട്ട് മറിയുന്നത്? അത് ചെയ്യത്തില്ല. നിങ്ങൾ ആകെപ്പാടെ 10 വട്ടം മിറ്റിലും കൊണ്ടുവരും, ചാല എംസാറ്റ് കൊണ്ട് ചാല നിപ്പിനും കൊണ്ട് കുഴച്ച് അവിടെ ഇട്ടു. അത് 3-ാം പക്കം പൊളിഞ്ഞു. ഇന്നലെ പുതുപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിൽ മഴയത്ത് കൊണ്ട് ഈ പ്ലാസ്റ്റിക് കൂടിനകത്ത് ടാർ ഇട്ടത് ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക. ഞാൻ മണ്ഡലം പ്രസിഡന്റോട് ഇന്നലെ വേറെ വഴിയില്ലാത്ത സാറേ നനവുണ്ടെങ്കിലും ഇടാൻ പറ്റിയ സാറേ ഇന്നലെ വൈകിട്ട് ഞങ്ങള് ഈ ക്യാമ്പിലൊക്കെ അത് ആ മഴയത്ത് ഇടാൻ പറ്റുന്ന സാധനമാണ് എന്നാ പറഞ്ഞത്. അല്ല, ആ ക്യാമ്പിലെ പേർക്ക് ഫുഡ് മേടിക്കാൻ വന്നപ്പോ രാത്രി 10:30
ഈ ഡോൺ ബസ്കോയുടെ വാതിക്ക് 2 ഭായിമാരാണ്. അതായത് ഞങ്ങൾ അവിടെ നിർത്തി സ്വാമിയായിട്ട് അവരോട് ചൂടായി നീയൊക്കെ എന്നാണ് കാണിക്കുന്നത് ചോദിച്ചു. ഈ പാതിരാക്കി എന്നെ ഇടുക ഏതാണ്ട് ചാക്കിനകത്ത് കൊണ്ട് കുഴച്ച് അത് അവർക്കുള്ള മിക്സാ എന്താണെന്ന് പറയാൻ അത് തന്നെ മറുപടി അവർക്കുണ്ട്. ഞാൻ പരാതി പറഞ്ഞതിന് ഭാഗമായിട്ട് പെട്ടെന്ന് ചെയ്തേ. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഈ തുളയിട്ടിരിക്കുന്ന വഴികൾ എത്ര വഴികൾ നിങ്ങൾ തുളയിട്ട് വെച്ചിരിക്കുന്നത് എത്ര വർഷമായി? ഇതിന്റെ വല്ലതും ആവശ്യമുള്ളതാണോ? നിങ്ങൾ ഈ പൈപ്പ് ഇടുന്ന സമയത്ത് ഈ തുളയിട്ടാൽ പോലെ മുഴുവൻ തുളയിട്ട് വെച്ചിരിക്കുക. ഒന്നാമത്തെ കോൺക്രീറ്റ് ഉണ്ടായിരുന്ന വഴികൾ മുഴുവൻ തുളയിട്ട് വെച്ചിരിക്കുക. അത് മാന്തിയിട്ടില്ല ഇന്ന് വരെ ഒരു പൈപ്പിലേക്ക് പോലും അതിൽ ഇട്ടിട്ടില്ല. ഇനി അത് മാത്രം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാതെ അതിനൊന്നും തൊടാനും പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കും ഞാൻ നടക്കത്തില്ലെന്ന് പറയും. ഇനി പൊളിക്കാനും പറ്റത്തില്ലെന്ന് പറയും. കാരണം ഒറ്റ വഴിയുള്ള ആ ഒരു 10-60 വീട്ടുകാർക്ക് ആ ഭയങ്കര കയറ്റുക. ആ വഴി മാന്തിയിട്ട് എന്നായി ആ പടം 8 അടി വീതിയുള്ളൂ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം നിങ്ങൾ കുറ്റം പറയാതെ എങ്ങനെയെങ്കിലും ഈ പുതുപ്പള്ളി ഞാൻ പറയുന്ന ഒരു വർക്കിംഗ് ഗ്രൂപ്പ് കൂടെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? ഒരു മിനിറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് PWD-യും വാട്ടർ അതോറിറ്റിയും ഇപ്പൊ MLA കൂടെ ചേർന്നുള്ള ഒരു വർക്കിംഗ് ഗ്രൂപ്പ്, ഒരു സബ് കമ്മിറ്റി പോലെ. അല്ലെങ്കിൽ പിന്നെ ഇത് കമ്മ്യൂണിക്കേഷൻ ഇല്ല. നമ്മൾ എല്ലാ പ്രാവശ്യങ്ങളും കൂടി ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നല്ലാതെ പല കാര്യം നിങ്ങൾ ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ട്. ഇതാ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്യുന്ന കഴിവിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടായേ പറ്റുള്ളൂ. MLA-യും PWD ആരാണോ വാട്ടർ അതോറിറ്റി ആരാണോ ഒരു വർക്കിംഗ് ഗ്രൂപ്പ്. എന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് അവിടെ ആ വർക്കിംഗ് ഗ്രൂപ്പ് തീർക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ എല്ലാ പ്രാവശ്യവും കൂടും ഒന്നും നടക്കാതെ പോകും. അത് പറ്റില്ല. അതിനു മുമ്പേ ഒരു മിനിറ്റ് പൊതുവായ ഒരു ധാരണ ഇവിടെ ഉണ്ടാവണം. ഈ വാട്ടർ അതോറിറ്റിയും പഞ്ചായത്തുകളും തമ്മിലുള്ള പ്രശ്നം ഒരു പൊതുവായ ധാരണ. പുതുപ്പള്ളി പഞ്ചായത്ത്, പാമ്പാടി പഞ്ചായത്ത്, വാതാനം പഞ്ചായത്ത് ഇവരൊന്നും അവർ റിസ്റ്റോർ ചെയ്യുമെന്നും പറഞ്ഞ് കാത്തിരിക്കുക. അപ്പൊ അവരിപ്പോ പറയുന്നു അവർ റിസ്റ്റോർ ചെയ്യത്തില്ല, നിങ്ങളെ ഏൽപ്പിക്കുക തിരിച്ച്. അങ്ങനെയാണോ? ഞങ്ങൾക്ക് ഇനിയും കാത്തിരുന്ന് തെറി കേൾക്കാൻ മേലാത്തോണ്ട് ഞങ്ങള് പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ച് ചെയ്യും. കൃത്യമായിട്ട് ഡിമാൻഡ് അങ്ങോട്ട് തരും. ഞങ്ങൾ ചെലവാക്കിയ പൈസ ഞങ്ങൾക്ക് റീകൂപ്പ് ചെയ്തു. ഓക്കെ, പാമ്പാടി അങ്ങനെ. പുതുപ്പള്ളി സംസാരിക്കും പ്ലീസ്. ഒരു മിനിറ്റ് സംസാരിക്കും. ഒരു മിനിറ്റ് ഗിരീഷൻ, ഒരു മിനിറ്റ്. അപ്പൊ പുതുപ്പള്ളിക്ക് ആസ്തിയില്ല. വാത്താൻ അപ്പൊ പഞ്ചായത്തിന്റെ പേരിലേക്ക് സ്വന്തമായി എടുത്തു. ഇനി ഇവർക്ക് നമ്മൾ ഈ പൈസ കൊടുക്കുന്നത് കിട്ടുന്ന എന്താ കുഴപ്പം? ഒരു മിനിറ്റ് ഈ 3 പഞ്ചായത്തിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വാട്ടർ അതോറിറ്റി തരണം. ഇവിടെ 2 പഞ്ചായത്തുകൾ നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറയുന്നു. ഒരു പഞ്ചായത്ത്, അത് കഴിഞ്ഞ 3 ഭരണസമിതികൾ അവര് ഇങ്ങനെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്, അവര് ചെയ്തോളാം. പക്ഷെ ഇന്ന് 2 ഭരണസമിതികൾ പറയുന്നു അവര് ചെയ്യില്ല, നിങ്ങൾ ചെയ്യണം. 3ാമത് ഭരണസമിതി പറയുന്നു അവർ ചെയ്തോളാം എന്ന് പറയുന്നു. ഓക്കെ, പൈസ കൊടുക്കണമെന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ അതിനകത്തൊരു ക്ലാരിറ്റി വെക്കണം. ബാക്കി 5 സ്ഥലത്ത് പ്രശ്നമില്ല, പക്ഷെ ഈ 3 പഞ്ചായത്തിൽ പ്രശ്നമാണ്. 9 കോടി രൂപയാണ് പുതുപ്പള്ളി പഞ്ചായത്തിന് കൊടുക്കാനുള്ളത്. നിങ്ങൾ എത്രയാ? അപ്പൊ അവർക്കും ഉണ്ട്. അതിനൊരു ക്ലാരിറ്റി വരുത്തിക്കേ. അതിന് ക്ലാരിറ്റി എങ്ങനെയാ? സംസാരിക്കാതിരിക്കും പ്ലീസ്. പുതുപ്പള്ളി പഞ്ചായത്തിനും പാമ്പാടിക്കും വാത്താനം പഞ്ചായത്തിനും അന്ന് റോഡ് രജിസ്ട്രേഷന്റെ AS പഞ്ചായത്തുകൾക്കാണ് കൊടുത്തിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ച് ആരാ സൗണ്ട് സംസാരിക്കുന്ന ആരാ അതിന്റെ ഇടയ്ക്ക് പ്ലീസ് കേട്ടോ? പഞ്ചായത്തുകൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് ഗവൺമെന്റിന്റെ ഒരു ഡയറക്ഷൻ ഉണ്ട്. അത് ഞാൻ പ്രസിഡന്റോട് ഞങ്ങൾ കണ്ട് സംസാരിച്ചതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഫണ്ട് ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഏസ് അനുസരിച്ചുള്ള വർക്ക് അവർക്ക് ചെയ്യാം. അത് എന്നിട്ട് ജലജീവന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് ആ ഫണ്ട് അവർക്ക് കിട്ടണം എന്നുള്ള രീതിയിലാണ് ലാസ്റ്റ് ഗവൺമെന്റിന്റെ ഓർഡർ കിട്ടുന്നത്. അതിനുള്ള ഏസ് എമൗണ്ട് മാത്രമാണ് ഇവർക്ക് 3 പേർക്കും കൊടുത്തിരിക്കുന്നത്. ആ ഏസിന്റെ ഉള്ളിൽ നിന്ന് ഇവർക്ക് വർക്ക് ചെയ്യാം. ആ വർക്ക് ചെയ്ത് വരുന്ന ബില്ല് അവർ ജലജീവന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ ആ ഫണ്ട് അവർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഞങ്ങൾ പാമ്പാടിയെ കുറിച്ച് കൺസേൺ ഇല്ല. പക്ഷെ പുതുപ്പള്ളിയും വാതാനം നിൽക്കുക, അവർക്ക് ചെയ്യാൻ താല്പര്യം നിങ്ങൾ ചെയ്യണമെന്ന് അവർ പറയുന്നത്. ഒരു മിനിറ്റ് അവരെ മറുപടി കേൾക്കട്ടെ. അതായത് പുതുപ്പള്ളിയും വാഴത്താനവും നിങ്ങൾ തന്നെ ചെയ്യണം, അവർ ചെയ്യാൻ റെഡിയല്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. നമുക്കിപ്പോൾ ഓൾറെഡി ഇഷ്യൂ ചെയ്ത് പോയിരിക്കുന്നു. ആ ഏസ് മാറ്റി ഒരു വർഷം കൂടെ എടുക്കും. അല്ല, ഗവൺമെന്റ് ആ രീതിയിൽ വന്നാൽ നടക്കുമായിരിക്കും. ഇപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഒരു ഏസ് ഇഷ്യൂ ചെയ്ത് നമുക്കത് വിഡ്രോ ചെയ്ത് വേറെ ഒരു ഏജൻസി കൊടുക്കാനായിട്ട് നിലവിലെ സാഹചര്യം അനുവദിക്കുന്നില്ല. അത്
അനുസരിച്ച് തന്നെ ഈ കഴിഞ്ഞ വർഷം ഈ വർഷമായിട്ട് ഏതാണ്ട് 1 കോടി രൂപയുടെ വർക്ക് പുതുപ്പള്ളി പഞ്ചായത്ത് ചെയ്തു തീരും. അപ്പൊ അങ്ങനെയാണ് ഡിമാൻഡ് ചെയ്യുമ്പോൾ ആ പൈസ തരണം, കൊടുക്കണം, കിട്ടുമോ? അതാണ് ഇപ്പൊ പറഞ്ഞത്. ഗവൺമെന്റ് ഡയറക്ഷൻ ചെയ്ത് കഴിഞ്ഞു. ഗിരീഷ തരണം, തരും. ഇദ്ദേഹം പറഞ്ഞ് ഗിരീഷ ഇദ്ദേഹം പറഞ്ഞത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന്റെ ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് ഈ പഞ്ചായത്തുകൾക്ക് ചെയ്യുക, കൃത്യമായി ചെയ്ത പൈസയ്ക്ക് ഡിമാൻഡ് ഇവരുടെ സൈറ്റിൽ ലോഡ് ചെയ്യുക, ആ പൈസ തരണം. അതല്ലാതെ അടുത്ത ഓർഡർ ഇറങ്ങാൻ പോയ എല്ലാവരും സംസാരിക്കുക പ്ലീസ്. ഒരാൾ ഒരു മിനിറ്റ്. അപ്പൊ പുതുപ്പള്ളി പഞ്ചായത്തിന് എന്താ റെസ്പോൺസ്? നമ്മൾ ചെയ്താൽ നമ്മുടെ എഞ്ചിനീയറോട് ചോദിച്ചപ്പോൾ എഞ്ചിനീയർ പറഞ്ഞു ഇത് ചെയ്യാം, വർക്ക് ചെയ്താൽ ഈ കോൺട്രാക്ടർക്ക് പൈസ എവിടുന്ന് കൊടുക്കും. ഇവര് തരാന്ന് പറയും, തരാന്നുള്ള ഈ വർത്താനം അല്ലാതെ തരവില്ല. ആ പ്രശ്നം പൈസ ഇല്ലെന്നല്ലേ പറയുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ നമ്മൾ വർക്ക് ചെയ്യാൻ എയോട് ഈ സാങ്കേതികമായി ഇവരിരിക്കെ തന്നെ എയെ വിളിച്ച് ചോദിച്ചു. എ പറഞ്ഞു വർക്ക് ചെയ്താൽ ഈ കോൺട്രാക്ടർക്ക് പൈസ പഞ്ചായത്ത് കൊടുക്കുന്നു. പഞ്ചായത്ത് കൊടുത്താൽ പഞ്ചായത്തിന് പൈസ ആര് തരും? ഇവർ തരാന്ന് പറയും. കോൺട്രാക്ടർ കൊടുക്കാന്ന് പറഞ്ഞാൽ 5 വർഷമായി MLA ഈ ജലജീവൻ പേരുരാറ്റി കിടന്ന വെള്ളം ഇവിടെ ടാങ്ക് പോലും പടന്നിട്ടില്ല. ടാങ്കിന്റെ പണി പോലും തീരാതെ ഈ അരേഞ്ച് നടത്തി പൈപ്പ് വിട്ട് കൊക്ക് മീനെ പിടിക്കാൻ നിൽക്കുന്ന പോലെ ഒരു ടാപ്പും എല്ലാം വീട്ടിൽ കൊണ്ട് വെച്ചു. ഇത് ആരോട് ചോദിച്ചു ചെയ്താ? ഇതാരോട് ചോദിച്ചാൽ ജലജീവൻ ചെയ്തത്? ജനപ്രതിനിധികളെ വെറും വിഡ്ഢികളാക്കുന്നുണ്ട്. ഇവർക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടി ഇവര് കുറെ കോൺട്രാക്ടർമാരെ കൊണ്ട് ലോകം മുഴുവൻ കുഴിച്ച് പൈപ്പ് ഒരു മിനിറ്റ് ഇതിനകത്തൊരു പരിഹാരം പറഞ്ഞേ. ഈ 9 കോടി രൂപ ഈ പുതുപ്പള്ളി പഞ്ചായത്തിലെ സേവിങ്സ് 9 കോടി രൂപയുണ്ട്. അത് കിടക്കുന്ന പൈസ വാട്ടോട്ടിലാണ്. വർക്ക് രണ്ടേ പുതുപ്പള്ളി പഞ്ചായത്ത് നിങ്ങളുടെ 9 കോടി കിടപ്പുണ്ടോ? 985 10 കോടിയല്ല സാറേ, ഒരു എമൗണ്ട് അല്ല. ഫണ്ടൊന്നും അത് നമുക്ക് കിടപ്പില്ല. മനസ്സിലായി. നമ്മൾ ചെയ്യുന്നത് ഈ വർക്ക് ചെയ്ത കോൺട്രാക്ടറുടെ പേരിൽ ആ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. പ്ലീസ് എന്താ ഇങ്ങനെ സാറേ? ഈ വർക്ക് നടത്തിയിട്ട് ടെൻഡർ കോൺട്രാക്ടറുടെ പേരിൽ അത് അപ്ലോഡ് ചെയ്യുക, കോൺട്രാക്ടർ കാണാൻ ഫണ്ട് കിട്ടുന്നത്. അത് ഈ ഏസിന്റെ അകത്ത് നിൽക്കണമെന്നുള്ള ഒരു മാർഗനിർദ്ദേശമാണ് ഗവൺമെന്റ് ഇതുവരെ നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ തരണം. ഈ പറഞ്ഞ വർക്ക് എടുക്കാൻ ഒരു കോൺട്രാക്ടറും തയ്യാറാകാത്തത് നിങ്ങളുടെ പൈസ അവർ മരിച്ചാലും കിട്ടുകയല്ലെന്നൊരു തോന്നൽ അവർക്കുള്ളത് കൊണ്ടാണ്. ഞങ്ങളിത് ഞങ്ങളുടെ പൈസ വെച്ച് ഞങ്ങളുടെ പൈസ നടക്കത്തില്ല. ഞങ്ങളിത് ഞങ്ങളുടെ പൈസ വെച്ച് ചെയ്യുന്നത് ഞങ്ങൾക്ക് വഴിയിലിട്ടത്, അല്ലാതെ ഞങ്ങൾക്ക് ശവടക്കിനും കല്യാണത്തിനും പോകേണ്ടതും കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഞങ്ങളുടെ പൈസ വെച്ച് ഈ വർക്ക് ചെയ്യിക്കും, എന്നിട്ട് ബില്ല് അങ്ങോട്ട് തരും. നിങ്ങൾ കോൺട്രാക്ടർക്ക് ഇത് കൊടുക്കാന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ വർക്ക് എടുക്കാൻ ഒരു കോൺട്രാക്ടർ പോലും കാണത്തില്ല. അതുകൊണ്ട് പഞ്ചായത്തിന് നിങ്ങൾ ഈ പൈസ തന്നാൽ മതി, കോൺട്രാക്ടർക്ക് കൊടുക്കണം. അവർക്ക് പ്രൊവിഷൻ ഉണ്ടോ? ഒരു മിനിറ്റ് പറയട്ടെ. ഒരു മിനിറ്റ് ഗിരീഷ് ഒന്ന് പ്ലീസ്. ഈ ഗവൺമെന്റ് ഇപ്പൊ നൽകിയ മാർഗനിർദ്ദേശം മാറ്റി വന്നാലേ നമുക്ക് ഞങ്ങൾ ചെയ്താൽ ഞങ്ങളുടെ പൈസ പോയി, പഞ്ചായത്തിന് പൈസ പോയി. അതിന് പറ്റുന്ന രീതിയിൽ മന്ത്രിമാരോട് മുഖ്യമന്ത്രിയോട് ആലോചിച്ച് നിയമം ഉണ്ടാക്കാൻ പറ. അല്ല അവരെ മാറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 9 കോടി 5 കോടി വീതം പഞ്ചായത്തുകൾ തരികയാണെങ്കിൽ ഒരാൾ സംസാരിക്കട്ടെ. ഒരാൾ സംസാരിക്കട്ടെ. പറഞ്ഞ വിഷയം ഞങ്ങൾ എന്താ പറഞ്ഞത്? ഈ കഴിഞ്ഞ വർഷവും ഈ വർഷമായിട്ട് പുതുപ്പള്ളി പഞ്ചായത്ത് ഇതേ വർക്ക് 75 ലക്ഷം രൂപയുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആ ഓൺ ഫണ്ടിന്റെ അടുത്ത് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത് ഞങ്ങൾ ചെയ്ത കോൺട്രാക്ടർമാർക്ക് ആ പൈസ കിട്ടുമെന്ന് ചോദിക്കുന്നത്. അതില്ല, അത് വർക്ക് കോൺട്രാക്ടർ ചെയ്ത് നിങ്ങൾ പൈസയും കൊടുത്തു കഴിഞ്ഞില്ലേ? ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞ പൈസ അതെവിടെ നിന്ന് കിട്ടും? അതല്ല ചോദ്യം. അതല്ല, 9 കോടി 85 ലക്ഷം രൂപ നമുക്ക് ഉള്ള എമൗണ്ടാണ്. ആ 9 കോടി 85 അകത്തുനിന്നുള്ള വർക്കിനകത്തുനിന്നാണ് 1 കോടി രൂപയുടെ വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ആ ചെയ്ത് കഴിഞ്ഞ വർക്ക് നമുക്ക് തരാനുള്ള പൈസ തരുന്നത്. അല്ല, അതിന്റെ ബിൽ അപ്ലോഡ് ചെയ്താൽ കാശ് കിട്ടുമോ? അതാ ചോദ്യം. മറുപടി അതിനനുസരിച്ചാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അല്ല സാറേ, ഉൾവിട്ട് നമുക്ക് ചെയ്യാനായിട്ട് അനുവാദമില്ല. ഈ റോഡ് നമ്മൾ പൈപ്പ് ഇടുന്നതിന് വേണ്ടി നമ്മൾ കളഞ്ഞതും അതിനോടനുബന്ധിക്കുന്ന ലാഭേജസ് മാത്രം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫണ്ട് ജലജീവൻ തന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവർ 1 കോടി രൂപ ചെലവഴിച്ചു. കഴിഞ്ഞ 2 വർഷത്തിൽ 1 കോടി ചെലവഴിച്ചെങ്കിൽ അത് ആരും തിരിച്ചു കൊടുക്കും? ഇതിനാരും കൊടുക്കും? ചെയ്ത വർക്കിന്റെ പൈസ കൊടുക്കില്ല.
കഴിഞ്ഞിരിക്കുക. ഓക്കെ, എന്തായാലും അതൊരു പോളിസി മാറ്റർ ആയതുകൊണ്ട് നമ്മളിനി അത് കൂടുതൽ ഡിസ്കസ് ചെയ്താൽ അതിനൊരു ഫലം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പോളിസി നമുക്ക് ചർച്ച ചെയ്യാം. അതിനെ മാറ്റും. റീസ്റ്റോറേഷൻ പഞ്ചായത്തിന്റെ പൈസ മുടക്കി പഞ്ചായത്ത് ചെയ്താൽ കോൺട്രാക്ടർക്കല്ല പഞ്ചായത്തിന് പൈസ കൊടുക്കാൻ പോളിസി അത് ആ മാറ്റം പറയാം. അത് മാറ്റും. മനസ്സിലായോ? അത് MLA ഒരു മിനിറ്റ് മിനിറ്റ്സ് ഒന്ന് എഴുതിയോട്ടെ. മിനിറ്റ്സ് ഒത്തിരി സംസാരമില്ല. ഇവിടെ ഇപ്പൊ ആ മിനിറ്റ്സ് ഒന്ന് എഴുതിക്കേ. അതായത് പഞ്ചായത്ത് വർക്ക് നടത്തിയാൽ ആ പഞ്ചായത്തിനാണ് കാശ് കിട്ടേണ്ടത്, കോൺട്രാക്ടർക്കല്ല. അതാണ് പോളിസി മാറ്റർ നമ്മൾ കൊടുത്തിട്ടില്ല. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനേ ഉള്ളൂ, ഫണ്ട് ഇല്ല. പഞ്ചായത്ത് റോഡുകൾ പൂർണ്ണമായിട്ട് നടക്കുക. അതിനുവേണ്ടിയാണ് ഈ ഫണ്ട് വെച്ചിരിക്കുന്നത്. ഈ ഫണ്ടുകൾ പഞ്ചായത്തുകളിൽ ലഭിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. ആ പോളിസി അതെ ഓക്കെ. അത് എഴുതി. ഒരു മിനിറ്റ്. അത് നിങ്ങളുടെ തീരുമാനമാണോ PWD തീരുമാനമാണോ? അത് വാട്ടർ അതോറിറ്റി ആണോ? ശരി. ശരി, പഞ്ചായത്തുകൾക്ക് ഈ ഫണ്ട് കിട്ടുകയാണെങ്കിൽ കോൺട്രാക്ടർക്കല്ല. ഓക്കെ. നമുക്കിനി ഒരു മിനിറ്റ് റോഡ് ബൈ റോഡ് ആയിട്ടൊന്ന് എടുക്കണം. പെരുമ്പരിച്ചി തോട്ടയ്ക്കാട് റോഡ് എന്തായി? പെരുമ്പരിച്ചി തോട്ടയ്ക്കാട് എന്തോ ഞാൻ ഈ ബഡ്ജറ്റില് മണ്ഡലത്തിലെ മിക്ക റോഡുകൾക്ക് പൈസ അനുവദിച്ചു. പക്ഷേ അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ 100 രൂപ ടോക്കൺ കൊടുത്തിട്ടുണ്ട്. 100 റൗണ്ട് എടുക്കാൻ പറ്റിയതെന്നാണ് PWD തിരക്കി അറിഞ്ഞത്. അല്ല, അതിനകത്ത് മിനിസ്റ്റർ വരുമ്പോൾ അത് തീരുമാനം എടുപ്പിക്കും. മിനിസ്റ്റർ അദ്ദേഹം വരുന്നുണ്ട് നമ്മുടെ മണ്ഡലത്തിലേക്ക്. ഡേറ്റ് ഇപ്പോൾ വീണ്ടും ഫൈനലൈസ് ചെയ്യണം. 16 ആദ്യം പറഞ്ഞു, പിന്നെ 17, പക്ഷെ 17 ചിങ്ങം ഒന്നായുണ്ട്. ആ ഡേറ്റ് വീണ്ടും മാറ്റി നമുക്ക് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഒരു മീറ്റിംഗ് ഉണ്ടാക്കി നടത്താം. പെരുമ്പരിച്ചി തോട്ടയ്ക്കാട് റോഡ് വർക്ക് നടക്കുന്നുണ്ട് അല്ലേ? വർക്ക് നടക്കുന്നുണ്ടെങ്കിലും 650 മീറ്റർ വാട്ടർ അതോറിറ്റിയുടെ വർക്ക് തീരാത്തത് കാരണം നമുക്ക് ലിസൻസ് കിട്ടാറുണ്ട്. ബാക്കിയുള്ള പോർഷനിലുള്ള നമ്മൾ വർക്ക് പുതുപ്പള്ളി കോൺസ്റ്റിറ്റ്യൻസിയിൽ ഒരു 300 മീറ്റർ ചങ്ങനാശ്ശേരിയിലെ വാട്ടർ അതോറിറ്റി പൈസ അടച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ 300 മീറ്റർ ഒഴിവാക്കിയാണ് ബഡ്ജറ്റ് ചെയ്യുന്നത്. ഒരു മിനിറ്റ്. അല്ല, അങ്ങനെയൊക്കെ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വർക്കുള്ളവിടെ നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് പൊളിച്ച് വീണ്ടും വന്ന്, അതുകൊണ്ട് നമ്മൾ ആ സ്ട്രെച്ച് ഒഴിവാക്കി 400 തൊട്ട് അമ്പലക്കടവ് ജംഗ്ഷൻ വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കത് അവർ പൈസ അടയ്ക്കാൻ നമ്മളവിടെ ചെയ്തു പോയി കഴിഞ്ഞാൽ പ്രോജക്ട് ഡിവിഷൻ ഉണ്ട്, അല്ലാതെ ഡിസ്ട്രിബ്യൂഷൻ PH ഡിവിഷൻ ഉണ്ട്. അപ്പൊ ആ പ്രോജക്ട് ഡിവിഷൻ വർക്ക് തീർന്ന് നമുക്ക് റിക്വസ്റ്റ് ചെയ്ത പോർഷനിലുള്ളത് വർക്ക് കംപ്ലീറ്റ് നമുക്ക് തന്നു. ഞാനിതാ പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞതാ, ഇത് ഒരു സ്ട്രെച്ച് അല്ലേ? ഒരു സ്ട്രെച്ചിന് നിങ്ങൾ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്താ? പക്ഷെ അത് ഇടയ്ക്ക് വേറെ പഞ്ചായത്ത് ഹലോ, ഞാൻ ഈ വാട്ടർ അതോറിറ്റി PWD മീറ്റിംഗ് ആരെ? ഈ 300 മീറ്ററിന്റെ ചങ്ങനാശ്ശേരിക്കാർ അടയ്ക്കാത്തത് കൊണ്ട് ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് ഈ വർക്ക് തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ MLA യുടെ ശ്രദ്ധയിൽ ഇതുവരെ പെടുത്തിയിട്ടുണ്ടോ? അല്ല, അത് അവരെ അടയ്ക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾ MLA യുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടോ? അടയ്ക്കാത്തതുകൊണ്ടല്ല, അവരുടെ വർക്ക്, അവരുടെ പൈപ്പ് ലൈനിങ് ബാക്കി അവരുടെ വാർത്ത കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്ട് ഡിവിഷൻകാരുടെ വർക്ക് തീർന്നോന്ന് പറഞ്ഞാൽ നമുക്ക് തന്നതുകൊണ്ട് അത്രയും പോഷൻ നമുക്ക് അറിയാം. ഈ വാട്ടർ അതോറിറ്റിക്ക് ഇതേ പറ്റി എന്താ പറയാനുള്ളത്? അല്ല, അവരുടെ അല്ല. ടോണി വാട്ടർ അതോറിറ്റി ചങ്ങനാശ്ശേരി സ്ഥിരമായി വരാറില്ല. അതവിടെ കിടന്നു. അന്ന് ആ 300 മീറ്റർ
രജിസ്റ്റർ കൊടുക്കുന്ന ഗവൺമെന്റ് വഴി കൊടുക്കണമായിരുന്നു. അവരത് ചെയ്തില്ല. ആ ഒരു 300 വേണ്ടി 2.5 കിലോമീറ്റർ ഇപ്പം നടക്കാൻ പോകുന്ന ചങ്ങനാശ്ശേരി സ്ഥിരമായി മീറ്റിങ്ങിന് വരാറുണ്ട്. ഈ ഒരു കാര്യം ഇവിടെ PWD ഞാൻ സമയം പോകണമെന്നുള്ളത് എനിക്ക് നിങ്ങളുടെ കാര്യം ശ്രദ്ധയിലിരുന്നാൽ മതി. PWDയുടെ ശ്രദ്ധയിൽ വേറൊരു കാര്യം ഇവിടെ പെടുത്തുക. ഉദാഹരണത്തിന് PWD ശ്രദ്ധയിൽ ഒരു കാര്യം പറയാം. ഇപ്പൊ പാലക്കാട് മുമ്പേ പറഞ്ഞു ജനപ്രതിനിധികളെ നിങ്ങളുടെ വിശ്വാസത്തിൽ എടുക്കണമെന്ന്. ഞങ്ങൾക്ക് നാട്ടിലുള്ള ഒരു മാനക്കേട് പറയാം. ഉദാഹരണം, ആലാമ്പള്ളി മാന്തുരുത്തി റോഡ് വൈഡനിങ് നടക്കുക. 2 സൈഡിലേക്കും വൈഡനിങ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്ര മീറ്റർ ആണ്? ഈ മെറ്റിൽ വിരിച്ചിരിക്കുന്നിടത്ത് ടാറിംഗ് ആണോ നടത്താൻ പോകുന്നത്, കോൺക്രീറ്റിംഗ് ആണോ നടത്താൻ പോകുന്നത് എന്ന് ഞങ്ങൾക്കറിയത്തില്ല. പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ഞാൻ കവലയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ എന്നോട് ജനം ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല. അതൊരു മാനക്കേടാ ഞങ്ങൾക്ക്. അത് ഞങ്ങൾക്കൊരു മാനക്കേടാ. അടുത്തൊരു കാര്യം PWDയുടെ ശ്രദ്ധപ്പെടുത്താനുള്ളത്, ഇപ്പോ ഞങ്ങളൊക്കെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നത് അതുകൊണ്ടാണ്. നാട്ടിൽ ഒത്തിരി മരക്കച്ചവടക്കാരുണ്ട്, തടിക്കച്ചവടക്കാർ. ഇപ്പൊ പാഴുതടികൾക്ക് തീരെ വിലയില്ല. ഇവരെല്ലാം മരം കച്ചവടം ചെയ്തേച്ച് പിക്കപ്പ് വണ്ടിക്ക് കൊണ്ട് PWD റോഡ് സൈഡിൽ ഇറക്കുക. മരത്തിന് നല്ല വില വരുമ്പോഴേ ഈ മരം കയറ്റിക്കൊണ്ട് പോകും. അതുവരെ ഈ മരങ്ങൾ മുഴുവൻ റോഡ് സൈഡിൽ കിടക്കും. നമുക്ക് ഇതിനകത്ത് എങ്ങനെ എല്ലാവരും കൂടെ സംസാരിക്കാം. മോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പനിയോ എന്തെങ്കിലും ഒരു മേലാഴിയോ വന്ന പുതുപ്പള്ളിയിലെ ഇന്നലെ വൈകിട്ട് MLA കൊടുക്കാൻ പറ്റിയില്ല. ഒന്നാമതെ അദ്ദേഹത്തിന് ചെവി കേൾക്കത്തില്ല. പിന്നെ വിളിച്ചാൽ പൈപ്പ് പൊട്ടിട്ട് 3 ദിവസമായിട്ട് വെള്ളം വീടിനകത്ത് കയറുന്ന അവസ്ഥയാണ്. അപ്പൊ ഈ മോഹൻ പുതുപ്പള്ളിയിലെ PHSലെ ഡോക്ടർമാരാണ് വന്നത്. ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന് വെള്ളത്തിൽ കൂടെ നടന്ന് എലിപ്പനി രോഗസാധ്യതകളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഗുളിക കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ എല്ലാവർക്കും കൊടുത്തായിരുന്നു. MLAയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചാൽ ഒരു തവണ അവർ മീറ്റിംഗിന് വരാറില്ലെന്ന്. നമ്മുടെ ആ പഴയത് 300 മീറ്റർ ഉള്ളൂ മാറമ്പള്ളി പഞ്ചായത്ത്. അക്കരെ കൊണ്ടുവന്ന ആ പൈപ്പിനകത്ത് വണ്ടി വന്ന് അപകടം മിനിസ്റ്റർ വിളിച്ച് അവിടെ തന്നെ പഴയ പൈപ്പ് തിരുപ്പൂർ സെക്ഷൻകാരുടെ ഉണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കൊരു ഈ പഴയ പൈപ്പൊക്കെ താത്തിയിടാത്ത കാരണം നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേന് കുറേ പൊട്ടിപ്പോയി. ഇപ്പം നമ്മളോട് ഡാമേജിന് പൈസ കൊടുക്കണമെന്ന് പറയുമ്പോൾ ചെറിയൊരു എമൗണ്ടൊക്കെ നമുക്ക് കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതിന് കോൺട്രാക്ട് ഉണ്ട്. കുറച്ച് വട്ടം വിളിച്ചതാണ്. പക്ഷേ പഴയ പൈപ്പാണ്. ഇവരോട് പൈപ്പ് മാറാനായിട്ട് പറയുമ്പോൾ അതിന്റെ പേയ്മെന്റ് മുഴുവൻ കോൺട്രാക്ടർ അടയ്ക്കുവാണെങ്കിൽ അതിന്റെ പേയ്മെന്റ് കൊടുത്ത് ചെയ്യാൻ പറ്റും. പഴയ പൈപ്പ് ഞാൻ വിളിച്ചത് തോട്ടയ്ക്കാട് പെരുമനിച്ചി റോഡില് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ചങ്ങനാശ്ശേരി സെക്ഷൻ വലിയ പ്രശ്നമാണ്. ഞാനിപ്പോ 3 വർഷമായിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മീറ്റിംഗ് വിളിച്ചിട്ട് പുള്ളി പങ്കെടുക്കുന്നില്ല. ചങ്ങനാശ്ശേരിയിലെ ആ പുള്ളി വന്നിട്ട് അവിടെ മൊത്തം 300 മീറ്റർ റോഡുള്ളൂ. ആ റോഡ് അവരുടെ കയ്യിലാണ്. ബാക്കി 700 മീറ്റർ ഇപ്പുറത്ത്. എന്നിട്ട് ഇവര് പെർമിഷൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ആ റോഡ് പണി നടക്കാതെ കിടക്കുക. 300 മീറ്റർ മാത്രം. ഇത് ചങ്ങനാശ്ശേരി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെ കീഴിലാണ്. തിരുവല്ല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കീഴിലാണ്. പക്ഷെ പുള്ളി ഒരിക്കലും ഞാൻ വിളിച്ച ഒരു മീറ്റിംഗിലും വന്നിട്ടില്ല. ഇപ്പോഴും ഇന്ന് മീറ്റിംഗ് വിളിച്ചിട്ടും ആ തിരുവല്ല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണോ വാട്ടർ അതോറിറ്റിയുടെ തിരുവല്ല ഈയുടെ കീഴിൽ വരുന്ന ചങ്ങനാശ്ശേരി തിരുവല്ല വാട്ടർ അതോറിറ്റി കീഴിലുള്ള ഉദ്യോഗസ്ഥർ അദ്ദേഹം ഒരിക്കലും വരാറില്ല ഇവിടെ. ചങ്ങനാശ്ശേരി ഡിവിഷൻ തോട്ടയ്ക്കാട് പെരുമനിച്ചി റോഡിൽ 300 മീറ്റർ ഇവരുടെ കീഴിലാണ് വരുന്നത്. അത് ഈ തിരുവല്ല ഈയുടെ കീഴിലാണ് വരുന്നത്. ആ ഉദ്യോഗസ്ഥൻ വരാത്തതുകൊണ്ട് PWDയുടെ വർക്ക് മുടങ്ങി കിടക്കുകയാണ്. അപ്പൊ ബാക്കി 600 മീറ്റർ നടക്കുന്നു, ഈ 300 മീറ്റർ അങ്ങനെ കിടക്കുന്നു. ഇപ്പൊ ജോയിന്റ് ആയിട്ട് 2 കൂട്ടരെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നും അദ്ദേഹം വന്നിട്ടില്ല മീറ്റിങ്ങിന്. ശരി, നമുക്ക് ആ റോഡ് സൈഡിൽ കിടന്ന മണ്ണില്ലേ, ഈ ഇവര് കൊണ്ട് കുറെ മണ്ണുകൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടായി. അത് ഞങ്ങളുടെ ടാക്സി സ്റ്റാൻഡിന്റെ നിർമ്മാണം ഉണ്ട്. ഞങ്ങൾ ആ മണ്ണെടുത്ത കൊണ്ട് മാറ്റിക്കൊണ്ട് അത് നിങ്ങൾ പെർമിഷൻ കൊടുക്കുമോ?
അല്ല വാട്ടർ അതോറിറ്റി PWD അല്ല, വാട്ടർ അതോറിറ്റി അല്ലേ കുഴിച്ചിരിക്കുന്നത്? മണ്ണ് PWD ആണ്, കുഴിച്ചത് വാട്ടർ അതോറിറ്റിയാണ്, റോഡ് PWD ആണ്. ഓരോ സാങ്കേതികത കേട്ടോ. കുഴിച്ചത് വാട്ടർ അതോറിറ്റി, പക്ഷെ മണ്ണ് PWD. PWD മണ്ണിന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മളൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ PWD റോഡിലൊക്കെ നിങ്ങൾ മണ്ണ് ഇട്ടത് വാട്ടർ അതോറിറ്റി, അതിന് നിങ്ങൾക്ക് PWD അനുവാദം തന്നായിരുന്നു? ഇല്ലല്ലോ, അനുവാദം ഇല്ല. മണ്ണ് PWD അനുവാദം. അല്ല, അത് പറയാൻ എനിക്ക് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, എന്റെ കൈമാക്സ് സൈറ്റുകൾ ആര് കത്തിക്കും? രണ്ടാമത്, നിങ്ങൾ GSP തരുന്നുണ്ട്. ഒരു ശകലം വൃത്തിയായിട്ടൊന്ന് നിരത്തിയാൽ ആ മിറ്റലിനെ മണ്ടേ കയറി ബൈക്കുകാരൻ മറിയല്ല. പഞ്ചായത്ത് മെമ്പർമാർ തലയെ കുത്തി വീഴുകയാണ്. ഇത് പ്രശ്നക്കാരെ ചുമ്മാ കൊണ്ടിടുക. നമ്മുടെ നാട്ടിലുള്ളവർ തന്നെയാണ് നിരത്തുന്ന അറിയില്ല, അല്ല തമിഴ്നാട്ടുകാരൊക്കെ ആയിരിക്കും. അവരവരുടെ ഇഷ്ടത്തിന് നിരത്തി അങ്ങ് പോകും. ഇത് 2 ദിവസം കഴിയുമ്പോൾ വഴി മുഴുവൻ നിരന്ന് കിടക്കും. അതിന്റെ മേളിലേക്ക് അതും നല്ല വളവിലൊക്കെയാ, അതിന്റെ മേളിലേക്ക് വണ്ടി വന്ന് കയറും. കഴിഞ്ഞ ദിവസം എന്റെ വീടിന് മാതിരി വീഴുക. എന്റെ വീടിന് മാതിരി കൈമാക്സ് എടുക്കും, കത്തുന്നില്ല. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കത്തുന്നില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് വിളിച്ച് പറയാം, അവർ പറയുന്നത് അതിന് കേബിളില്ല, കാര്യമില്ലെന്ന്. നടപടി ഉണ്ടാക്കണം. ഞാൻ തീർച്ചയായിട്ടും പറയാം, നടപടി ഉണ്ടാക്കി നിങ്ങൾ 2 പേരുടെയും ഓഫീസിൽ ഞാൻ വരും, സത്യാഗ്രഹം ഇരിക്കില്ല. അല്ല, അപ്പൊ ഇത് തോട്ടക്കാട് പെരുമനസ് പറഞ്ഞു. ബാക്കി അപ്പൊ ഈ ചങ്ങനാശ്ശേരിയുടെ ഓക്കെ ഓക്കെ. അടുത്ത കാഞ്ഞിരത്ത് മൂന്ന് റോഡ് കംപ്ലീറ്റ്. ഒരു മിനിറ്റ് മണ്ണെടുക്കുന്ന ആരാ ഉത്തരവാദിത്വം? ഒരു മിനിറ്റ് പ്രസിഡന്റ് നമ്മുടെ നിയമപ്രകാരം ഒരു മിനിറ്റ് ഒരാൾ സംസാരിക്കേണ്ടത്. നമുക്ക് തന്നിട്ട് ലേലം ചെയ്യണം. പക്ഷേ ചെറിയ കൊണ്ടിട്ട് ഇപ്പോൾ ഒരു 3-4 ലോഡൊക്കെ ആണെങ്കിൽ നമ്മൾ അൺഒഫീഷ്യലി 21% ആണെങ്കിൽ നമ്മൾ കണ്ണടയ്ക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നിയമം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ലേലം ചെയ്ത് കൊടുക്കണമെന്ന്. പക്ഷെ ലേലം ചെയ്താലും ഈ മണ്ണ് പോകാറില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. എത്ര ലോഡുണ്ട്? അത് ഒരാഴ്ചയിൽ 5 ലോഡിക്കുള്ളിൽ കൊണ്ടുപോകും. ഒരു കാര്യം, ഒരു മിനിറ്റ് ഓപ്ഷൻ ഉണ്ട് ഇല്ലേ? അപ്പൊ നിങ്ങൾ ഓപ്ഷൻ എന്ന് വെക്കും. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ ചെയ്യും. ഡേറ്റ് പറഞ്ഞു റോഡ് ഏതൊക്കെ റോഡാന്ന് പറഞ്ഞു? അപ്പൊ മണനാട് തൊട്ട് വാകത്താനം വരെയുള്ള മണ്ണ് എടുക്കുന്നതിന് ലേലം എത്രയും പെട്ടെന്ന് വെക്കണം. അത് എഴുതിക്ക്. കൂടെ പാസും കൊടുക്കണം. പാസ് അപ്പൊ ആദ്യം ജോയിന്റ് ഇൻസ്പെക്ഷൻ ചങ്ങനാശ്ശേരിയെയും ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു ദിവസം പോലും എഴുതിയെടുക്കുന്നില്ലല്ലോ. അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇത്ര കാഷ്വൽ ആയിട്ടാണ് ഈ മീറ്റിംഗ് വിളിച്ചത്? എന്റെ സ്റ്റാഫാണ് എഴുതുന്നത്, നിങ്ങളുടെ സ്റ്റാഫ് എഴുതിയെടുക്കുന്നില്ലല്ലോ. ഞാൻ ഇത്രയും തീരുമാനങ്ങൾ പറഞ്ഞിട്ട്. അപ്പൊ ചങ്ങനാശ്ശേരിയെയും അതേപോലെ പ്രസിഡന്റ് ചേർന്ന് ജോയിന്റ് ഇൻസ്പെക്ഷൻ, പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റും ഏയും ചേർന്ന് ഇവിടെ മണർകാട് പ്രസിഡന്റും ചേർന്ന് ഇവിടം വരെ ഈ 3 പഞ്ചായത്ത് പ്രസിഡന്റുമാരും ചേർന്ന് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തണം. 2 ലേലത്തിന്റെ ഡേറ്റ് അത് എന്ന് ഫിക്സ് ചെയ്യാൻ പറ്റും? മണ്ണിന്റെ ക്വാണ്ടിറ്റി, മണ്ണ് വേസ്റ്റും ഉണ്ട്. എടുക്കുമ്പോ എല്ലാം കൂടെ എടുത്തോണ്ട് പോകും. ഓക്കെ, അത് ഡേറ്റ് ഫിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് മണ്ണർകാട് കീച്ചാൽ റോഡ് എന്താ കാര്യം? ഇനി അവരും നിങ്ങളും ഇല്ല, ഞങ്ങളെ ഉള്ളൂ. ഞങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ രണ്ടുപേരും ഒറ്റ ഗ്രൂപ്പാക്കി ഞാൻ മാറ്റുക.
ഇത് ഈ പറയുന്നത് നടക്കുന്നില്ല, ബന്ധപ്പെട്ട MLA ഓഫീസുകളിൽ അറിയിക്കണം എന്ന് ഇവരുമായിട്ട് ബന്ധപ്പെടണ്ടേ? നിങ്ങളെ മനസ്സിലുണ്ടോ? ഇവരറിയുന്നുമില്ല. സാറേ അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മീറ്റിംഗിൽ മിനിറ്റ്സ് ഇത് ഫോളോ അപ്പ് അല്ലല്ലോ. നിങ്ങൾ പറയുന്നു ഇവർ ചെയ്യുന്നില്ല. ഇത് ഫോളോ അപ്പ് വേണ്ടേ? അതാണ് ഇവിടെ എല്ലാം പ്രശ്നം. എല്ലാ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആവശ്യം. അപ്പൊ ഇത് എന്ന് കൊടുക്കാൻ പറ്റും വർക്ക്? മണർകാട് കീച്ചാൽ റോഡിന് സൈഡ് കോൺക്രീറ്റ് ചെയ്തതാണ്. കാരണം സൈഡ് മുഴുവൻ ഇങ്ങനെ കട്ടിങ് ആയിട്ട് കിടക്കുക. കീച്ചാലി നമ്മുടെ കാട്ടിപ്പടി നിന്ന് കയറി പോകുന്നിടത്തല്ല വെള്ളം ഒഴുകി വന്നിങ്ങനെ അവിടെ നിങ്ങളാണോ കട്ട് ചെയ്തേ? അല്ല പറയുന്ന കേട്ടാ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധമേ ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ചോദിച്ചത്. റീസ്റ്റോർ ചെയ്ത പല വട്ടം റോഡ് തിരിച്ചു വന്നു. അപ്പൊ റീസ്റ്റോർ ചെയ്ത് തരണമെന്ന് തന്നെ ഞാൻ ഒത്തിരി പ്രാവശ്യം എടുത്ത് കത്ത് കൊടുത്ത് നേരിട്ട് പറഞ്ഞിട്ട് പോകുന്നതാണ്. 25 വഴിയുടെ മെയിൻ്റെനൻസിന്റെ കിടക്കുന്നതാണ്. 25 വഴി ചെയ്തിട്ട് PW പറയുന്ന സ്പെസിഫിക്കേഷൻ ഇവർ വർക്ക് ചെയ്തില്ല. ആ വർക്ക് ചെയ്യാതെ കിടന്നുകൊണ്ട് തിരിച്ച് ഇവരത് എടുത്തിട്ടില്ല. അപ്പൊ കോൺക്രീറ്റ് കൊടുക്കാവോ? എന്താ പ്രശ്നം? നിങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്ന എന്താ പ്രശ്നം? റീസ്റ്റോർ ചെയ്യേണ്ട കോൺട്രാക്ട് കോടതിയിൽ പോയില്ല. അയാൾ കൃത്യമായിട്ട് കോടതിയിലാണ്. നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരു പ്രശ്നമാണ്. അടുത്ത 50 വർഷം നടക്കില്ല എന്നറിയാം. പുള്ളിയുടെ കേസ് എന്ത് തീരും? അത് പറഞ്ഞ് നമുക്ക് റോഡ് അങ്ങനെ ഇടാൻ പറ്റുമോ? കോൺട്രാക്ടർ കേസ് വേണമെങ്കിൽ വേറെ കോൺട്രാക്ടറെ വെക്കുക. 7 വർഷം എടുക്കുക കേസ് തീരാൻ. 7 അത്ര നാളങ്ങനെ കിടക്കണോ? ഈ മണ്ഡലത്തിൽ മാത്രം ഇങ്ങനെ ഉള്ളല്ലോ. മണ്ണർകാട് തെങ്ങണ മണർകാട് തെങ്ങണാലില് ആ സ്കൂളിന്റെ പോർഷനത്തിന് പൊട്ടു. അവിടെ എത്രയും പെട്ടെന്ന് വർക്ക് അറേഞ്ച് ചെയ്യണം. പൊട്ടുന്നത് നമ്മൾ ഇവര് ചെയ്യാത്തപ്പോൾ നമ്മൾ പോയി അടയ്ക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ ലീക്ക് ഇങ്ങനെ സ്ഥിരം വരുവാ. ഇതിനൊരു ഇപ്പോഴും പറയുന്നത് ഇവര് അവര് അതാണ് ഞാൻ പറയുന്നത്. ഈ പൈപ്പ് മാറ്റുകയാണ്. പൈപ്പിന്റെ പൊട്ടൽ ഒരു മിനിറ്റ് പ്ലീസ്. ഒരു ഓർഡർ വന്നേ. മണർകാട് തെങ്ങണ എങ്ങനെയാ? ഈ അങ്ങാടി ഭാഗത്തെ പൈപ്പ് ലൈൻ കിടക്കുന്ന വഴിയുടെ നടുക്കൂടിയാണ്. അത് സൈഡിലോട്ട് മാറ്റി പഴയ അല്ല പരിഹാരത്തിൽ എന്ന് പറഞ്ഞാൽ വന്നിരിക്കല്ലേ ജലജീവന്റെ ഇനി എന്ന് പറയാൻ വന്നിരിക്കല്ലേ? അത് പെട്ടെന്ന് ചെയ്യണം. ഇത്രയും പൊട്ടൽ നടന്നിട്ട് അത് അടിയന്തരമായിട്ട് പള്ളിയുടെ കോമ്പൗണ്ടിലും പള്ളിയുടെ കോമ്പൗണ്ടിലെ പൈപ്പ് കൊണ്ടുപോകാൻ നമ്മുടെ ഇത് ഈ ഒരു ജലജീവൻ മിഷന്റെയും PWD സിറ്റുവേഷന്റെ കാര്യം പറഞ്ഞാൽ അഴിയാക്കുഴുക്ക് എന്ന് പറയും. അരിയാക്കുഴുക്ക് പിന്നെ ഇവര് തമ്മിൽ തന്നെ പ്രശ്നം. അവരുടെ ഓഫീസിൽ തന്നെ അവർ കിടക്കുന്നതാണ്. ഇപ്പൊ ജയജയമിന്റെ പൈപ്പ് ലൈനിന്റെ അടുത്ത് 1 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ വിളിച്ചിട്ട് നമ്മളെ പ്രസിഡന്റ് പറഞ്ഞാൽ അടിയല്ലാത്തതെല്ലാം നമ്മളെ വിളിക്കുന്നുണ്ട്. വാർത്തകൾക്ക് വരുന്നതിന് ഇപ്പം തന്നെ ഞങ്ങൾ ചെല്ലാറുണ്ട്. പക്ഷേ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് DLP കിടക്കുകയാണ്. കരാറുകാരിൽ ഇട്ടിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. വാർത്തകർക്ക് നിങ്ങളിൽ തന്നെ രക്ഷിപ്പ്കാരിക്കും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടൊരു 1/2 കിലോമീറ്ററിനുള്ളിൽ റോഡ് പൊട്ടിപ്പൊളിച്ചിരിക്കുകയാണ്. ഈ അങ്ങാടി വഴിക്ക് വേണ്ടി 1 കോടിക്ക് സംതിങ് പൈസ അടച്ചിട്ടുള്ളതല്ലേ? അതിന് പെർമിഷൻ കൊടുക്കാത്ത എന്താ? ഞാനിതാ പറയുന്നത്. ഒരു മിനിറ്റ് പൈസ അടച്ചല്ലേ? പെർമിഷൻ കൊടുക്കാത്ത പെർമിഷൻ കൊടുത്തേ പൈപ്പ് മാറ്റേണ്ടത്. 2023 1.3 കിലോമീറ്റർ ഹാൻഡ് ഓവർ ചെയ്തതാണ്. അതുവരെ തിരിച്ചു വന്നില്ല. പിന്നെ കഴിഞ്ഞ വർഷം ഇലക്ഷന്റെ സമയത്ത് കട്ട് ചെയ്യാൻ ചോദിച്ചപ്പോൾ സാറിന്റെ ഓഫീസിൽ വിളിച്ചു ചോദിച്ചപ്പോൾ പെർമിഷൻ ഇപ്പൊ കൊടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. അതെ, ഇലക്ഷൻ സമയത്ത് കട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ 2023 കൊടുത്തത് തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ ഓണം ഇനി പെരുന്നാളൊക്കെ വരുമ്പോ വീണ്ടും കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? കട്ട് ചെയ്തിടല്ലോ. ഇത് പൈസ ഉറപ്പില്ല എന്ന് തീരെ അത് കട്ട് ചെയ്യണ്ട എന്ന് അവിടെ ലീക്ക് വന്നു കഴിഞ്ഞാൽ
കാരണം ഞങ്ങൾ എപ്പോഴും വന്ന് അടക്കേണ്ടി വരും അതല്ല അവർ എമൗണ്ട് അടച്ചെങ്കിൽ അവർക്ക് പൈസ അടച്ചാലേ പെർമിഷൻ കൊടുക്കുക അവർ വർക്ക് ചെയ്യണ്ടേ. മണർകാട് തെങ്ങാന്നുള്ളത് കൈതപ്പാലം ജാതിയോട് വേറെ റോഡാണ്. അതിന്റെ പേര് അതിന്റെ പേര് അല്ല മായ ഇപ്പൊ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് എല്ലാവരും കൂടെ സംസാരിക്കുക. മണർകാട് തെങ്ങണ റോഡ് സ്റ്റാറ്റസ് പറഞ്ഞു. ഒരു മിനിറ്റ് മായ 1 കോടി അടച്ചുകൊണ്ടിരുന്ന മണർകാട് തെങ്ങണയിലാണോ? അല്ല അതല്ല, മണർകാട് തെങ്ങ ഏത് പോർഷനായിട്ട് മണർകാട് തെങ്ങണയിലാണോ? ഈ അങ്ങാടി ഭാവം ആണ് സാർ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ശബരിമല പ്രപ്പോസലിൽ മണർകാട് തെങ്ങണ റോഡ് BMBC കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രപ്പോസൽ പറഞ്ഞിരിക്കണം. നമ്മൾ സാറിന് അത് സാങ്ഷൻ ആയിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ പൈപ്പ് ഇടേണ്ടതുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ സാങ്ഷൻ ആക്കി ആ പൈപ്പ് ഇട്ട് പോകുന്നതായിരിക്കും നല്ലത്. അവർക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നാശം. ഒരു കോടി 60 ലക്ഷം രൂപ അല്ലേ? 16 ലക്ഷം രൂപ, 1 കോടി 16 ലക്ഷം രൂപ ഇതിനു വേണ്ടി പൈസ എടുത്ത് ഒരു വർഷമായി പെർമിഷൻ കൊടുക്കുന്നില്ല. പിന്നെ പെർമിഷൻ കൊടുക്കാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യും? അതിനിടയ്ക്ക് പൈപ്പ് അല്ല, ഒരു മിനിറ്റ് 1 കോടി എല്ലാം കൂടെ സംസാരിച്ച് കൺഫ്യൂഷൻ ആവുക. 1 കോടി 16 ലക്ഷം രൂപ അവർ അടച്ചിട്ടുണ്ട്. നിങ്ങളുടെ റെസ്പോൺസ് എന്താ? നിങ്ങൾക്കെല്ലാം വീടുപിടിക്ക് അടച്ചിരിക്കുകയല്ലേ? അതിന് വേറെ പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥൻ വരാത്ത എന്താ? മെയിൻ്റനൻസിന്റെ ആളാരാ? ഇവിടെയുണ്ട് പൈസ അടച്ചിട്ടുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു ഇത്ര വാട്ടർ അതോറിറ്റി ആയിരിക്കും. അല്ല നമ്മൾ ഡിമാൻഡ് കൊടുത്ത് അവർ പൈസ അടച്ചെങ്കിൽ നമ്മൾ അന്ന് ഇലക്ഷൻ സാഹചര്യത്തിൽ സാറങ്ങനെ പറഞ്ഞു. പക്ഷെ ഇനി കൊടുക്കാതിരിക്കുന്ന കാര്യങ്ങളോ 3 കിലോമീറ്റർ അതിലാണ് ഈ പറയുന്ന 1.7 കിലോമീറ്റർ ഇവരുടെ കയ്യിലിരിക്കുന്നത്. അതിന് മണ്ണനാട് തെങ്ങണ 3 കിലോമീറ്റർ അല്ലല്ലോ. അല്ല സാറേ, അത് ആ ഒരു മെയിൻ്റെനൻസിന്റെ കീഴിൽ ഇത്തിരി ഭാഗം തരത്തുള്ളൂ. അപ്പൊ ആ ചെയ്യാൻ വേണ്ടി അപ്പൊ അതില് ഈ 1.3 ഇവരുടെ കയ്യിൽ ഇരുന്നിട്ട് ഇതുവരെ തിരിച്ചറിയില്ലായിരുന്നു. 1.7 കിലോമീറ്റർ ആണ് ഇവര് വീണ്ടും ചോദിച്ചത്. അപ്പോഴാണ് ഞാൻ സാറിന് ഓഫീസിൽ വിളിച്ചിങ്ങനെ ആ സമയത്ത് കൊടുക്കാണ്ടിരുന്നത്. ഇനിയിപ്പോ പെരുന്നാൾ ആ സമയത്ത് ഇത് ഇങ്ങനെയാണെങ്കിൽ മേഡം പറഞ്ഞു അത് ഇനി കൊടുക്കുന്നേ ഇനി കൊടുത്തു. അല്ല, കൊടുക്കുന്നുണ്ടോ? ആയിക്കോട്ടെ. ശബരിമല 5 റോഡാവും. 3 കൊല്ലം ആയത് തിരിച്ചു കൊടുക്കാൻ എന്നാന്ന് ചോദിച്ചത്. നല്ല പേര് ബാക്കി കൊടുക്കണം. എല്ലാവരും കുറ്റം പറഞ്ഞു 3 വർഷം വെച്ചോണ്ട് 3 വർഷം മുമ്പത്തെ കൊടുത്തിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ലെന്നോ ഇപ്പോഴേ പറഞ്ഞു. ഈ കൈതപ്പാലം ഞാനിവരുടെ റോഡ് ഇത് തന്നെയാണ്. അവിടെ ഞങ്ങൾ മണർകാട് കിലോമീറ്ററും അത് കൊടുത്തിട്ടുണ്ട്. പുതുപ്പള്ളിക്കാവലല്ലേ? ഒരു മിനിറ്റ് മണനാട് 13 കിലോമീറ്റർ ആണല്ലോ. ആ ഒരു സ്ട്രെച്ച് ഒറ്റ സ്ട്രെച്ച് ആയിട്ട് എടുത്താൽ പോലെ ഇത് പല സ്ട്രെച്ച് ആക്കുക ചെയ്യാനായിട്ടാണ് നമ്മൾ പ്രപ്പോസൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വാട്ടർ അതോറിറ്റിയുടെ ഈ പറഞ്ഞാൽ പല വിങ്ങിൽ നിന്നും പല പ്രോജക്റ്റുകളായിട്ട് ഓരോ പഞ്ചായത്തിനും ഓരോ പ്രോജക്റ്റായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതനുസരിച്ച് വ്യത്യാസം വരുന്നത്. 13 കിലോമീറ്ററിനകത്ത് ഇപ്പം 4 ഞാൻ പറയട്ടെ, ഇത് നിങ്ങൾ ആഴ്ച ഒരിക്കൽ കൂടേണ്ടി വരും. ഈ വർക്കിംഗ് ഗ്രൂപ്പ് ആഴ്ച ഒരിക്കൽ കൂടാം. അതല്ലാതെ നടക്കുകയില്ല. ഞാൻ മീറ്റിംഗ് വിളിക്കുമ്പോൾ അവരുടെ റോഡ് ഇവരുടെ പൈപ്പ് അങ്ങനെ പറഞ്ഞാൽ നിൽക്കുന്നത്. അങ്ങനെയല്ല, നമ്മുടെ റോഡ് നമ്മുടെ പൈപ്പ്. ഇനി അവരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അവരുമില്ല, നിങ്ങളുമില്ല. നമ്മളെ പൈപ്പും നമ്മുടെ റോഡും. അതല്ല, നിങ്ങൾ രണ്ടായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ഈ അടുത്ത 50 വർഷത്തിൽ ഈ റോഡ് തീരുകയില്ല. ഇതേപോലെ ഈ മണ്ണാർത്തങ്ങാട് ഏറ്റവും BC ലെവലിൽ മുഴുവൻ പോയി കിടന്നു. ഒരു കാര്യം ചെയ്യാം, സിജു കെ ഐസക്കും അതേപോലെ സാബു പുതുപ്പറമ്പനും അതേപോലെ രമേശ് നടരാജൻ 3 പേരെ ഈ ഒരു കോർഡിനേഷന് വേണ്ടി ചുമതലപ്പെടുത്തുക. 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങൾ മീറ്റിംഗ് കൂടി റിവ്യൂ ചെയ്യണം. എല്ലാ സമയത്തും എനിക്ക് വരാൻ പറ്റുകയല്ലോ. അതുകൊണ്ട് PWD ഈ 2 സെക്ഷനിൽ വേണം.
വാട്ടർ അതോറിറ്റിയുടെയും ജൽജീവന്റെയും വേണം, മറ്റേ വാട്ടർ അതോറിറ്റിയുടെയും വേണം. 2 ഇമാരും ഇതിനകത്ത്. ഇത് ഡിവിഷൻ കൂടുന്നതനുസരിച്ച് കോംപ്ലിക്കേഷൻ കൂടുതലാണ്. ആ മെയിൻ്റെനൻസ് വേണം. 3 ഇമാരും ഇപ്പുറത്ത് 2 ഇമാരും ഇവര് ചേർന്നൊരു വർക്കിംഗ് ഗ്രൂപ്പ്. സിജു കെ ഐസക്, രമേശ് നടരാജൻ, പിന്നെ നമ്മുടെ സാബു പുതുപ്പുറത്ത്. അല്ലേ നമ്മുടെ മണ്ണാട് തെങ്ങാട് PC ഇല്ലല്ലോ. PC ഇപ്പൊ ലെവലിൽ പോയി കിടക്കുക, പൂർണ്ണമായിട്ട് പോയി കിടക്കുക. അതിന് മെയിൻ്റെനൻസ് ഉണ്ടോ ഉടനെ? അല്ല, അതാണ് ശബരിമല ഫെസ്റ്റിവലിന്റെ റോഡാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് മണ്ഡലത്തിൽ നിന്ന് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കിട്ടുമായിരിക്കും അല്ലേ? കേട്ടോ എംഎൽഎ, BMPC ലെവലിൽ ഇപ്പൊ മണ്ണാട് തെങ്ങാട് റോഡ് കിടക്കുന്നതിന്റെ ഏറ്റവും കൂടുതൽ BC എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഇല്ല. അത് അടിയന്തരമായിട്ട് മെയിൻ്റെനൻസ് മൊത്തം പോയി കിടക്കും. ചെറിയ മെയിൻ്റെനൻസ് ചെയ്തിട്ട് കാര്യമില്ല. അത് നമ്മൾ സ്വന്തമായിട്ട് ചാർജ് ചെയ്താലേ പറ്റുള്ളൂ. അതാണ് നമ്മൾ ശബരിമല ഫെസ്റ്റിവലിന്റെ സ്കീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് എല്ലാവരും കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളത് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ശബരിമല റോഡിൽ അത് സാക്ഷി ഞാൻ മേടിച്ചു തന്നോളാം കേട്ടോ. പിന്നെ കോട്ടയം കോഴഞ്ചേരി, അതെ അതെ, അതുകൊണ്ട് അത് അങ്ങനെ സാക്ഷ്യം വരികയാണെങ്കിൽ അത് ഒരു മിനിറ്റ് അടുത്ത ആഴ്ച നാളെ തിങ്കളാഴ്ചയാ. എന്താണെന്നറിയോ, 3 വർഷം മുമ്പ് ഈ ഇവർ കൊടുത്ത സമയത്ത് ഇവരും ഈ വാട്ടർ അതോറിറ്റിയുടെ വർക്കുകൾ ജലജീവനത്തിന് പുറകെ കിടക്കില്ല. ഈ 1 വർഷമായിട്ട് വീണ്ടും തുടങ്ങിയിരിക്കുന്നു. അതാ പറ്റിപ്പോയി. ഓക്കെ, കോട്ടയം കോഴഞ്ചേരി അതെന്താ? അത് 2024 സൈഡ് റിസ്റ്റോർ ചെയ്തിച്ചായിരുന്നു. ആരെങ്കിലും ഒന്ന് പറഞ്ഞു. ഡിസംബറോ? ഏത് മഴ? ഇന്നലെ ദിവസം മഴ പെയ്തല്ല, ഇവിടെ മഴ പെയ്തിട്ടുണ്ടോ? ഇത്രയും ദിവസമായിട്ട് മഴ പോലും ഇല്ല. എത്ര മരണം നടന്നറിയോ സാറേ അവിടെ? എത്ര? 4 മരണം നടന്ന റോഡാ. അങ്ങനെ പറ്റത്തില്ല, ഡിസംബറും നടക്കത്തില്ല. അങ്ങനെ ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒക്ടോബറിനുള്ളിൽ ചെയ്തു തീർക്കണം. എനിക്കൊന്നും അറിയണ്ട, ഒക്ടോബർ തീർക്കണം. അത് നടക്കത്തില്ല. 4 പേര് മരിച്ച അവരൊക്കെ കുടുംബത്തിനോ നമ്മൾ ഉത്തരവാദികൾ. നിങ്ങൾ ഉത്തരവാദിയാ. മെമ്പർ ഇപ്പൊ പറയും, അവിടെ സംസാരിച്ചോണ്ടാ. പുതുപ്പള്ളിപ്പള്ളിയുടെ അവിടെ നേരത്തെ ഇട്ടതിന് പ്രാർത്ഥിച്ചു. അല്ല, ഒരു മിനിറ്റ് ഡേറ്റ് പറഞ്ഞേ. ഒക്ടോബറിന് ഒരു രക്ഷയില്ല. ഒക്ടോബർ 15 നമുക്ക് ഇനി എക്സ്കവേഷൻ പൈപ്പിടാൻ പറ്റുള്ളൂ. ഒരു പാലാണ്. ഓക്കെ, അത് ഓഗസ്റ്റ് 15 തൊട്ട് സമയമുണ്ടല്ലോ. പിന്നെ സെപ്റ്റംബർ, ഒക്ടോബർ 2 മാസം. അല്ല, ഒക്ടോബർ തീർക്കണം. അത് ഒക്ടോബർ എഴുതിക്കും. ഒക്ടോബർ തീർക്കുന്ന എഴുതി. അങ്ങനെ മഴ പറഞ്ഞ് നിൽക്കണ്ട. വെണ്ണിമല പുതുപ്പള്ളി അത് നമ്മൾ ചർച്ച ചെയ്തു. പുതുപ്പള്ളി പുതുശ്ശേരി. ഓക്കെ, വെട്ടത്ത് കവല വീണിടം. വെട്ടത്ത് കവല മീനിടം. ആരാ വെട്ടത്ത് കവല മീനിടം? അല്ല, എന്ന് പൈപ്പ് ഇടും. പിന്നെ എന്തിനാ കുഴിച്ചേ? നിങ്ങൾക്ക് പൈപ്പ് ഇടാൻ ഇല്ല. ആ കാഞ്ഞവയ്ക്കാട് വലിയ വളവില്ലേ? ഏതാ എലക്കുടിഞ്ഞക്കാരോട്ട് വന്ന് ചേരുന്നതിന് മുമ്പ് കാഞ്ഞവയ്ക്കാട് ആ വലിയ വളവ്, അവിടെയൊക്കെ നിങ്ങൾ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ തർക്കം വെള്ളം ഉണ്ടാക്കിയിട്ട് കൊണ്ട് കുറെ സാധനം ഇറക്കിയത്. കാഞ്ഞവയ്ക്കാട് വലിയ വളവ്. നിങ്ങൾക്ക് അതിന് ഉറപ്പില്ല എവിടെ കുഴിച്ചു? നമ്മൾക്ക് ഉറപ്പുണ്ട് ഇന്നടം കുഴിച്ചെന്ന്. അവള് ആള് ചത്തു പോകുന്നു പറഞ്ഞിട്ട് അത് മനസ്സിലായില്ലേ? ആ, നിങ്ങൾ കുഴിച്ചില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുന്നത്? 600 മീറ്റർ അല്ലേ? പിന്നെ നിങ്ങൾ കുഴിച്ചില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുന്നത്? നമുക്ക് ബോധ്യം. ഇത് സത്യം പറഞ്ഞാൽ ഈ വാട്ടർ അതോറിറ്റി എന്താ കാണിക്കുന്നത്? എന്താ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾക്ക് എന്താ കാണിക്കുന്ന അറിയില്ല. എന്ന് കൊടുക്കും. അത് പറഞ്ഞേ. നിങ്ങൾ എത്ര ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട് വാട്ടർ അതോറിറ്റിന്ന്? എത്ര? 4 പേര്. അത് 4 പേർക്ക് ഒന്നും അറിയില്ല. ശരിക്കും കുളിപ്പിച്ചു. ഓഗസ്റ്റ് 15 ചെയ്യുക എന്ന് തീരും. 600 മീറ്ററിന് എത്ര സമയം വേണം? 1 മാസം മാക്സിമം. സെപ്റ്റംബർ 15 തീർക്കണം.
സെപ്റ്റംബർ 15. എത്രയായി കിടക്കുന്നതല്ലേ ഒരു സെപ്റ്റംബർ 15. അപ്പൊ ആകത്താനം കറുകച്ചാൽ സൈഡ് ഇങ്ങനെ എടുക്കുന്നത് റിസർവേഷൻ കോൺട്രാക്ട് 2024 കഴിഞ്ഞ് 3 വർഷം ആവുക. 24 കോൺട്രാക്ടറാ. എന്താ തീരുന്നത് അത്? നമ്മളിപ്പോ ഓഗസ്റ്റ് 15 കഴിഞ്ഞോ ഇനിയുണ്ട്. സാധാരണ കർമ്മചാരി തീരുമാനമാണ്. റിസൾട്ട് പല പ്രാവശ്യം വെള്ളം തിരിച്ചിട്ട് എല്ലാ ചാനലുകളും കുളിക്കാനിടയാണ്. വാകത്താനം കറുകച്ചാൽ ഉത്തരവുണ്ടോ? വാട്ടർ അതോറിറ്റിക്ക് ഉത്തരവില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ നിങ്ങൾക്ക് എന്തെങ്കിലും ഫണ്ടിന് വേണ്ടിയാണോ ഈ റോഡ് കുഴിക്കുന്നത്? അല്ല, എനിക്കൊരു ദിവസം എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ച് ഞാൻ റോഡ് കുഴിക്കുക. എന്തെങ്കിലും ചെയ്യട്ടെ. വാട്ടർ അതോറിറ്റി അത് പറഞ്ഞ് ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. ചുമ്മാ റോഡ് കുഴിക്കുക. കോൺട്രാക്ടർ ആരായിരുന്നു? പുള്ളി എവിടെ പോയി? കോൺട്രാക്ടർ മജസ്റ്റിക്കോ? അതാരാ? വെള്ളത്തോലെ കൊണ്ട് മൊത്തം മാന്തി കുഴിച്ച് കള്ളൻ കുഴിയായിട്ട് ആ വഴി പിന്നത്തില്ല. അത് പക്ഷേ പുള്ളി എന്നോട് സംസാരിച്ചു ഇന്നലെ. പുള്ളിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളോടാണ് കംപ്ലൈന്റ്. ഈ വാട്ടർ അതോറിറ്റി സപ്പോർട്ട് ചെയ്യുന്നില്ല, അതാണ് പുള്ളി പറയുന്നത്. ഇതിങ്ങനെ പോയാൽ എന്ത് ചെയ്യും? ആര് കോൺട്രാക്ടർ ആണെങ്കിലും നിങ്ങളൊരു ഇതിപ്പോ ഇവര് ഡേറ്റ് പറഞ്ഞേ ഓഗസ്റ്റ് 30. വാകത്താനം കറുകച്ചാൽ ഓഗസ്റ്റ് 30. പുതുപ്പള്ളി തോട്ടയ്ക്കാട്. തൊട്ടയ്ക്കാണ്ട് 3 അപേക്ഷ ഉണ്ടായിരുന്നു. 2 ഒരു പൈസ അടച്ചിട്ടുണ്ട്. അതിന്റെ കമ്മീഷൻ തരുവാണെങ്കിൽ നമുക്ക് അതിനെ മേടിച്ചു ചേട്ടാ, മൂന്ന് സ്ട്രെച്ച് ആണല്ലോ. 3 സ്ട്രെച്ചിൽ നിങ്ങൾ 2 സ്ഥലത്ത് കംപ്ലീറ്റ് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ്. അത് ജോയിന്റ് ഇൻസ്പെക്ഷൻ ഇല്ല, തന്നിട്ടില്ല. ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തണമെന്ന് ഞാൻ അങ്ങോട്ട് തന്നായിരുന്നു. പിന്നെ ആ റോഡ് തയ്യാറാക്കാൻ ആ സ്ട്രെച്ചിൽ തന്നെ അതിന് ഞാൻ ഏസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കമ്മീഷൻ വേണം. കാരണം അവിടെ തന്നെ വീണ്ടും ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ജോയിന്റ് ഇൻസ്പെക്ഷൻ എന്ന് നോക്കും. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ 4. വെണ്ണിമല ടെമ്പിൾ റോഡ്. അത് പൈസ അടച്ചു കിടക്കുന്ന ഇവര് കമ്മീഷൻ തരുവാണെങ്കിൽ ഞങ്ങൾ അത് വേറെ അല്ല. ഇത് വേറെ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി റൈറ്റിലോട്ട് പോകുന്ന വെണ്ണിമല റോഡ്. അമ്പലത്തിൽ നിന്ന് സാറേ താഴെ വരെ അത് 7 മൈലിലേക്ക്. അല്ല സാറേ, അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ജസ്റ്റ് അമ്പലത്തിൽ വെണ്ണത്തിലോട്ട് ചെന്ന് ചാടുന്ന ആ ഒരു അതെന്നാ കൊടുക്കുന്നത്? അപ്പൊ നാളെ റെസ്റ്റോറേഷനിൽ കത്ത് കൊടുക്കണം കേട്ടോ. കാഞ്ഞിരത്തിൻപോട് റോഡ് കഴിഞ്ഞു. പെരുമ്പനച്ചി തോട്ടയ്ക്കാട്. തോട്ടയ്ക്കാട് ആശുപത്രിപ്പടി. കണ്ണഞ്ചിറ കൊട്ടാരത്തിൽ കടവ്. അവിടെ റിസ്റ്റോർ ചെയ്തിട്ടില്ല. അവിടെ റിസ്റ്റോർ ചെയ്തോ? കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. അവിടെ ഇതുപോലെ തന്നെ ടാറിങ് കട്ട് ചെയ്തിട്ടുണ്ട് പല സ്ഥലം. ഇല്ലേ സാറേ, അത് ഞങ്ങൾ വീട് കൂട്ടിയിട്ട് സാറേ ഞങ്ങൾക്ക് അടങ്ങി വർക്ക് വരുന്നില്ല. കട്ട് ചെയ്യാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളതിനെ GSP മൊത്തം 2 സൈഡ് കോൺക്രീറ്റ് ചെയ്തതല്ലേ ചെറിയ വിട്ടുള്ളൂ. ആ ഒരു ചെറിയ വിട്ടുള്ളൂ. അത് നിങ്ങളുടെ ബേസിസിൽ പോകും. DLP കിടക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് വർക്ക് അറേഞ്ച് ചെയ്യാൻ ഞങ്ങൾക്ക് ഫണ്ട് GSP ഉണ്ട് സാറേ. 2 സൈഡ് നമ്മൾ GSP റെസ്റ്റോറേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ല സാറേ, ഇവര് ടാറിങ് ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തു തരണ്ടേ? ടാറിങ്ങിന് പകരം കോൺക്രീറ്റിംഗ് ചെയ്തു തരണ്ടേ?
ടാറിങ് നമ്മൾ വീതി ഉണ്ടാക്കി വെച്ചത് വീതി കുറഞ്ഞില്ലേ സാറേ? പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് എന്ന് വരും. സാറേ ഇന്ത്യയും ചിലപ്പോൾ പാകിസ്ഥാനും ഒന്നിച്ച് നിങ്ങൾ തമ്മിൽ യോജിക്കുന്ന സാഹചര്യം ഞാൻ കാണാം. ഹൈലൈറ്റ് ആയിട്ട് ഇത് കൊടുത്തരും. ഇന്നത്തെ ഇത് കൊടുത്തരും. ഇന്നത്തെ ഇത് കൊടുത്തരും. വീതി പോകും റോഡിന്. അവര് സൈഡ് കോൺക്രീറ്റ് ചെയ്ത് അതിന്റെ നമ്മുടെ വീതി പോകും. അതുകൊണ്ട് അല്ലാതെ തീരുമാനം പറഞ്ഞു കോൺക്രീറ്റ് ചെയ്താൽ മതി. എങ്ങനെ? അതായത് 20 സെന്റിമീറ്ററൊക്കെ സൈഡ് വെച്ച് ടാർ പോയിരിക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി GSP 2 സൈഡ് വെച്ചു സാറേ. അപ്പൊ ഈ ടാർ വെച്ച് പോയതാണ് ഇവരുടെ പ്രോബ്ലം പറയണേ. അപ്പൊ നമ്മൾ ആ പോർഷൻ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കും. അതൊന്ന് മിനിറ്റാക്കി. നമ്മുടെ ഗിരീശൻ പറഞ്ഞ പോലെ നമ്മുടെ പുതുപ്പള്ളി മണ്ണാട് റോഡ് ഈ മടത്തിപ്പടിക്കിലെ ആ മെയിൻ വളവെന്ന് പറഞ്ഞപ്പോൾ 5 മരണം കഴിഞ്ഞു. നിലവിൽ 5 മരണം കഴിഞ്ഞു. അവിടെ അത്രയും ഭാഗത്ത് മാത്രം റോഡിൽ വീതിയില്ല. പക്ഷേ അവിടെ പുറമ്പോക്കുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം. നാട്ടുകാർ മുഴുവൻ പറയുന്നത്. ഞാൻ താലൂക്ക് സർവേനെ കൊണ്ട് അളപ്പിച്ചപ്പം ഈ സ്ഥലം പോകുന്ന വ്യക്തി തന്നെ പറഞ്ഞ് പുള്ളിയുടെ ഒരു പഴയ വീടുണ്ട്, അതിലേ പോകുന്നത് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു. പക്ഷെ അളന്നു വന്നു കഴിഞ്ഞപ്പം കറക്റ്റ് അവിടെ ഈ പറഞ്ഞ മതിൽ മാത്രമേ ഉള്ളൂ. അപ്പം അത് മുന്നോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് പുറമ്പോക്കുണ്ട്. അതിനുള്ള മാർഗം ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല. കാരണം അപകടങ്ങൾ ഡെയിലി ഉണ്ടായിക്കൊണ്ടിരിക്കുക. അല്ല, പക്ഷെ അവർ പറയാം തിരുവനന്തപുരത്തിൽ എന്തോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടുമെന്ന് പറഞ്ഞു. കാരണം ഈ ഉടമസ്ഥൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു പഴയ വീടിരിപ്പുണ്ട്, അതിന്റെ തിണ്ണായിക്കൂടെയാണ് പഴയ ഏതാ മനക്കരെ. പക്ഷെ നോക്കിക്കഴിഞ്ഞപ്പോ പക്ഷെ അവർ പറഞ്ഞു ഈ അളക്കാൻ വന്ന ആൾ പറഞ്ഞു തിരുവനന്തപുരത്തിൽ നിന്ന് എന്തോ പഴയ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പഴയ വീതി കിട്ടുമെന്ന് പറഞ്ഞു. അതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ആ മടത്തപ്പടി ജംഗ്ഷനിൽ തന്നെ ഉള്ള ഒരു വലിയ വീടിന്റെ മതിൽ കണ്ടോ? അവർ വർഷങ്ങളായിട്ട് മതിൽ തേച്ചിട്ടില്ല, തേക്കാതെ ഇട്ടിരിക്കുക. കാരണം അത് പുറമ്പോക്കാന്നുള്ള എല്ലാവർക്കും നിശ്ചയം നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട്. അപ്പം ഈ അപകടങ്ങൾ ഡെയിലി കൂടിക്കൊണ്ടിരിക്കുക. വഴി ഇഞ്ചി വൃത്തിയായും കൂടെ കഴിയുമ്പോൾ അപകടം പിന്നെയും 5 മരണം കഴിയും നിലവിൽ. അപ്പൊ അടിയന്തരമായിട്ട് അത് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊന്നും പരിശോധിക്കും. എനിക്ക് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ ഫെഡറൽ ബാങ്കിന് നേരെ ഓപ്പോസിറ്റ് വലിയ കുഴിക്കകത്ത് വെള്ളം കിടക്കുക. ഞാൻ ആ വഴിയോട് ഇങ്ങോട്ട് വെട്ടിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഒരു കാറുകാരൻ വന്നു. ഞാൻ എൻ്റെ ഭാഗ്യം കൊണ്ടും ഇന്നിവിടെ ഒരു മെമ്പർ വച്ചു എന്ന് കേൾക്കാതിരിക്കേണ്ട അവസ്ഥ വന്നത് എൻ്റെ ഭാഗ്യം കൊണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ മറിഞ്ഞ് വീണു. എൻ്റെ സീറ്റിൽ സ്കൂട്ടറിന്റെ ഇതെല്ലാം പോകും. അപ്പൊ അങ്ങനെ ഒരു സംഭവം അവിടെ അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തെന്നി അവിടെ കിടന്ന് 14 വർഷം ആ ഒരു കുഴിക്കകത്ത് പോയിട്ട് 14 വർഷം കിടന്നിട്ടാണ് തെന്നി മരിച്ചു പോകുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുഴി കണ്ട അന്നേരം ഇവർ അടയ്ക്കണം. അതൊന്നായി. പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡിൽ അങ്ങോട്ട് കയറുന്നിടത്ത് കുറെ മുറ്റിൽ കൊണ്ടിട്ട് അല്ലാതെ അതിന് നമ്മൾ അത് മെറ്റലിട്ടു. അത് എപ്പോഴും അത് കോൺക്രീറ്റ് ചെയ്യാൻ അവരവിടെ പിന്നെ പോസ്റ്റർ ഒട്ടിച്ചു. ഈ മരണക്കണിയാണെന്നും പറഞ്ഞ് ജനങ്ങൾ ഒട്ടിച്ചു. അന്നേരമാണ് ഞാൻ വിളിച്ച് വരുമ്പോൾ സാറ് കൊണ്ടവിടെ മെറ്റലിട്ടു. എപ്പോഴും ഈ റോഡ് സുരക്ഷിതമായിട്ട് തന്നെ തരണം. അല്ല എന്നാന്ന് ചോദിച്ചാൽ അപകടം വന്ന് മരിച്ചു കഴിയുമ്പം നമ്മുടെ സഹതാപം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്റെ അനുഭവം ഞാൻ പറഞ്ഞത്. ഞാൻ 2 വീലറെ വന്നപ്പോൾ വണ്ടി ഇടിച്ച് ഞാൻ മരിക്കേണ്ടതായിരുന്നു. അതുള്ള സാർ കേട്ടതിൽ എനിക്ക് വലിയ സന്തോഷം. കുഴി അടയ്ക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ. കുഴി എടുത്താൽ എത്ര ദിവസം കൊണ്ട് അടയ്ക്കും? അല്ല, കുഴി വന്നാൽ തന്നെ ഉണ്ടാവുന്നുണ്ട്, കുഴി എടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ കുഴിക്കകത്ത് വാട്ടർ പൈപ്പ് കൂട്ടിയിട്ടുണ്ടോ സംശയമുണ്ട്. കാരണം ഓരോ പ്രാവശ്യം അടയ്ക്കും പിന്നെ അത് ഒരു മിനിറ്റ്. ഈ മുമ്പേ പറഞ്ഞ ഈ പുറമ്പോക്ക് ഇല്ലെങ്കിലും വളവ് തീർക്കാൻ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് അതുപോലെ ആ സ്ഥിതി അനുസരിച്ച് അപകടസ്ഥിതി സാഹചര്യം എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് സർവേ ചെയ്തിട്ട് വേണ്ടത് ചെയ്യണം. ഞാൻ പുറമ്പോക്ക് നോക്കിയിട്ടില്ല, അവിടെ ചെയ്യാൻ പറ്റില്ല. ആ വീട്ടുകാരെ വിട്ടു തരാൻ റെഡിയാണെങ്കിൽ അത് ഒന്ന് നോട്ട് ചെയ്തേ. ആ 5 മരണം നടന്ന സാഹചര്യമാണ്. നിങ്ങൾക്ക് പുറമ്പോക്കില്ല സാറേ നിങ്ങൾക്ക് പുറമ്പോക്കില്ല. ഹലോ സാർ, നിങ്ങൾക്ക് പുറമ്പോക്കില്ല, സമ്മതിച്ചു, എല്ലാവരും സമ്മതിച്ചു. ഈ അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് ചേർന്നുള്ള സ്ഥലക്കാരൻ ഈ അപകടം ഒഴിവാക്കാൻ അദ്ദേഹത്തിന്റെ സ്ഥലം സൗജന്യമായി വിറ്റ് നൽകാൻ തയ്യാറാണ്. പിന്നെ നിങ്ങൾക്ക് എന്താ
നിങ്ങൾ അത് അക്യൂസിഷൻ ബോർഡ് വേണ്ടല്ലോ സറണ്ടർ ഫ്രീ ആയിട്ടല്ല അവര് വിട്ടാൻ റെഡിയാണ്. അവിടുത്തെ മെമ്പറോടും കൂടി പോകും. അപ്പൊ ഈ വർക്കിംഗ് ഗ്രൂപ്പ് ഞാൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വർക്കിംഗ് ഗ്രൂപ്പ് ടോണി എഴുതിക്കോ. വാകത്താനം പഞ്ചായത്ത് പ്രസിഡന്റ്, പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്, പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ്, PWD ഏതൊക്കെ ഡിവിഷനാണ്? റോഡ്സ്, മെയിന്റനൻസ് എന്നൊക്കെ വെച്ചു. ഈ അതെ. പിന്നെ 7 പിന്നെ വാട്ടർ അതോറിറ്റി എത്ര ഈ ഉണ്ട്? പ്രോജക്ട് PH ഡിവിഷൻ തിരുവല്ല, കോട്ടയം തിരുവല്ല അപ്പൊ അടിയന്തരമായിട്ട് ഇവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാക്കണം. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. അതിനകത്ത് ഇവരുടെ ഭാഗത്തിൽ നിന്ന് ഒരാൾ കോർഡിനേറ്റർ, ഒരാൾ നമ്മുടെ ഭാഗത്തിൽ നിന്ന്. അല്ല, കോർഡിനേറ്റർ ഉണ്ട്. ഇത് മതി. ഈ ഒരു ഗ്രൂപ്പിനുള്ളിൽ അവർ കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. ഈ പറഞ്ഞുകൊണ്ട് എല്ലാം നമ്പർ സംഘടിപ്പിച്ച് അത് ഇതിന്റെ അകത്ത് പറഞ്ഞില്ല, ഞാൻ ചെയ്തില്ല. ആ ലിസ്റ്റിനകത്തില്ല. ഏറ്റവും മോശമായ അല്ല, അപ്പൊ മറ്റേ സെക്ഷൻ ആരാ നോക്കുന്നത്? ഒരു മിനിറ്റ് ഗ്രൂപ്പുണ്ട്. ഇവിടെ ഗ്രൂപ്പുണ്ട്. കോഴിമല അത് 8 മീറ്റർ വീതമാണ്. 8 മീറ്റർ വീതമാണ്. ആ 8 മീറ്റർ പൂരപ്പടയ്ക്ക് വേണ്ടി പ്രതിഷേധം സംസാരിക്കും. പൂരപ്പട ഒരു മിനിറ്റ് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയോട് പറയാനുണ്ട്. പൂരപ്പട പഞ്ചായത്ത് പ്രതിഷേധം വഴി ശരിയാക്കും. ഇപ്പൊ വഴിയുണ്ടോ അതുമില്ല, പിന്നെ വെള്ളമുണ്ടോ അതുമില്ലാത്തൊരവസ്ഥയില്ല ഇപ്പം കിടക്കുന്നത്. എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് ഞങ്ങൾക്ക് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഒന്നാതെ ആകെപ്പാടെ പഞ്ചായത്തിലാകെ പ്രശ്നത്തിലാണ്. അതിന്റെ കൂടെ ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ ജനങ്ങളുടെ മുമ്പിലോട്ട് മെമ്പർമാർക്ക് ഇറങ്ങി ചെല്ലാവുന്നത് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് 4 വാക്ക് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. ഞങ്ങളുടെ ദയനീയ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. എന്ന് വെച്ചാൽ പള്ള വരെ വെട്ടാൻ ഇപ്പം കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞേക്കുന്നത്, പിന്നെ പള്ള പോലും വെട്ടാനേ അത് മെമ്പർമാരുടെ ഉത്തരവാദിത്വം. ഇപ്പൊ MLA തരാവുന്ന റോഡുകൾ പോലും നമുക്കൊരു ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ഇപ്പൊ ഇങ്ങനെ മീറ്റിംഗ് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA വിളിച്ചു കൂട്ടിയതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ മെമ്പർമാർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ കമ്മീഷൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ജനങ്ങളുടെ മുമ്പിൽ എനിക്ക് ഒന്നും പറയാനില്ല. അവർക്ക് വെള്ളം, ലൈറ്റ്, അതുപോലെ തന്നെ വഴി അവരാവശ്യപ്പെട്ടേ പറ്റിയുള്ളൂ. അതുപോലെ തന്നെ കള്ളം കയറി കിടക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ തന്നെ കാശ് മുടക്കി ഞങ്ങൾ ഓടയില്ല. അപ്പൊ ആരോടെ പറയാൻ ഈ റോഡ് അങ്ങോട്ട് ശരിയാക്കി കഴിയുമ്പോഴത്തേനും വെള്ളം നമ്മൾ ഇതുപോലുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ആരോടെ പറയുന്നത്? റോഡില്ല. ശരി. അവസരം തരണമെന്നാണ് ബഹുമാനപ്പെട്ട പിന്നെ ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത്. ആയിക്കോട്ടെ. ഇനി ജനപ്രതിനിധികളെല്ലാം ഒന്ന് കൈതപ്പാലും ഞാനുവഴി എങ്ങനെയാ? കൈതപ്പാലും ഞാനുവഴി എങ്ങനെയാ? അത് സാറെ കുറച്ച് നമ്മള് ടൈൽ ഇട്ടിട്ടുണ്ട്. അത് പറഞ്ഞു. വള്ളം തുടയ്ക്കാണ്.
പ്രപ്പോസൽ ഒരു മിനിറ്റ്, എല്ലാവരും സംസാരിച്ച ബുദ്ധിമുട്ടാണ് കേട്ടോ. വള്ളം തുടക്കാട് പ്രപ്പോസൽ പോയിട്ടുണ്ട്. ഓക്കെ, കോഴിമലപ്പള്ളി വള്ളം തൊട്ടേക്കാട് റോഡിൽ നമ്മുടെ പറഞ്ഞ പോലെ 20 സെന്റിമീറ്റർ ടാർ കട്ടിംഗ് ഉണ്ട്. അത് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കും. GSP വള്ളം തൊട്ടേക്കാട് മുഴുവൻ സൈഡ് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് തരും. ഇത് പറഞ്ഞ പോലെ 20 സെന്റിമീറ്റർ ടാറിങ് ഇപ്പോൾ ശരി, ആയിക്കോട്ടെ. അത് എത്രയും പെട്ടെന്ന് എക്സ്പെഡൈറ്റ് ചെയ്തത്. കോഴിമലപ്പള്ളി ഓക്കെ, ഇനി ഉദ്യോഗസ്ഥർ മാത്രം, ഞാനും ഉദ്യോഗസ്ഥർ മാത്രം, ബാക്കി ജനപ്രതിനിധികൾക്ക് കോഴിമലപ്പള്ളി ആര്യാട് റോഡ് അത് ഞാൻ സംസാരിക്കാം. ഇനിയിപ്പം MLAയും ഉദ്യോഗസ്ഥരും മാത്രമുള്ള ഒരു മീറ്റിംഗ് ആണ്. നമ്മുടെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വഴിയുടെ പ്രശ്നങ്ങളാണ് MLA ഇന്നിവിടെ സംസാരിച്ചത്. വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെ, PWDയുടെ ഉദ്യോഗസ്ഥരെ എല്ലാ റോഡിന്റെ എടുത്ത് പറഞ്ഞു. ഓരോ വർക്കിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ജലജീവൻ മിഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതാണ് നിങ്ങൾ കേട്ടത്. മീറ്റിംഗ്